എൻ്റെ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ജൂലൈ മാസം രസകരമായ 3 കേസുകൾ കൊണ്ട് സ്മരണീയമാക്കപ്പെട്ടവയാണ്. ഈ കേസുകളിലെല്ലാം ഷെർലക് ഹോംസിനോടൊത്ത് പ്രവർത്തിക്കാനും അദ്ദേഹത്തിൻ്റെ കേസന്വേഷണ രീതികളെക്കുറിച്ച് പഠിക്കാനും എനിക്ക് ഭാഗ്യമുണ്ടായി. മറ്റൊരു കളങ്കം, നാവിക ഉടമ്പടി, ക്ഷീണിതനായ കപ്പിത്താൻ എന്നീ പേരുകളിൽ ഞാനവ കുറിച്ചിട്ടുമുണ്ട്. ഇതിൽ ആദ്യത്തേത് ഇന്നാട്ടിലെ ഏറ്റവും പ്രബലങ്ങളായ ചില കുടുംബങ്ങളെ സാരമായി സ്പർശിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇനിയും വളരെ കാലത്തേക്കത് പരസ്യമാക്കിക്കൂടാ. ഹോംസിന്റെ നിരീക്ഷണ പാടവം ഇത്രയേറെ പ്രകടമായ മറ്റൊരു കേസിൽ കാതലായ പ്രശ്നത്തെ കണ്ടുപിടിക്കാനാവാതെ കുഴങ്ങിയ പ്രസിദ്ധരായ ഫ്രഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫ്രിറ്റ്സ് വോൺ, വോൾഡ് ബാം, മോസിയെ ദുബൂഗ് എന്നിവരുമായി കേസിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അദ്ദേഹം നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഉദയത്തോടെ മാത്രമേ ഈ സംഭവം പുറത്തു പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള 2ാമത്തെ കഥയിലേക്ക് കടക്കാം. അനന്യസാധാരണമായ പ്രത്യേകതകളുള്ള ഈ പ്രശ്നം അക്കാലത്ത് ദേശീയ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പേഴ്സി ഫെൽപ്സ് എന്ന വിദ്യാർത്ഥിയുമായി ഞാൻ സുദൃഢമായ മൈത്രിയിലായിരുന്നു. എൻ്റെ സമപ്രായക്കാരനായിരുന്നെങ്കിലും അയാൾ എന്നേക്കാൾ 2 ക്ലാസ് മുകളിലാണ് പഠിച്ചിരുന്നത്. അതിസമർത്ഥനായ ആ കുട്ടി സ്കൂളിലെ സമ്മാനങ്ങളൊക്കെ തട്ടിയെടുത്തിരുന്നു. പിന്നീട് സ്കോളർഷിപ്പോടുകൂടി കേംബ്രിഡ്ജിൽ ഉപരിപഠനത്തിന് പോയി. അയാൾക്ക് നല്ല ബന്ധുബലമുണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ അയാളുടെ അമ്മാവൻ യാഥാസ്ഥിതിക കക്ഷിയിലെ പ്രമുഖ നേതാവായ ഹോൾഡേഴ്സ് പ്രഭുവാണെന്നറിഞ്ഞിരുന്നു. വർണ്ണശബളമായ കുലമഹിമയൊന്നും സ്കൂളിൽ ആ കുട്ടിയെ സഹായിച്ചിരുന്നില്ല. നേരെ മറിച്ച് അയാളെ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വിരട്ടി ഓടിക്കുന്നതിലും ക്രിക്കറ്റ് ബാറ്റുകൾ കൊണ്ട് കാൽമുട്ടിൽ തല്ലുന്നതിലും ഞങ്ങൾ കൂടുതൽ ഉത്സാഹം കാണിച്ചിരുന്നു. എങ്കിലും സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അയാൾ ശ്രദ്ധിക്കപ്പെട്ടു. വിദേശകാര്യ വകുപ്പിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി തീർന്നെന്ന് ഞാൻ അറിഞ്ഞു. പിന്നീട് എൻ്റെ മനസ്സിൽ നിന്നും ആ സ്മരണ മാഞ്ഞു പോയി. ഇന്ന് രാവിലെ ഈ കത്ത് കിട്ടിയപ്പോഴാണ് വീണ്ടും ഞാൻ അയാളെക്കുറിച്ച് ഓർത്തത്. ബ്രയാർ ബ്രൈ വാക്കിംഗ്. എൻ്റെ പ്രിയപ്പെട്ട വാട്സൺ, നിങ്ങൾ 3ാം ഫോറത്തിൽ പഠിച്ചിരുന്നപ്പോൾ 5ലെ വിദ്യാർത്ഥിയായിരുന്ന വാൽമാക്രി ഫെൽപ്സിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ അമ്മാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വിദേശകാര്യ വകുപ്പിൽ ഒരു നല്ല ഉദ്യോഗം നേടിയെടുത്ത കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കും. ഉത്തരവാദിത്തമുള്ള ആ ഉന്നത പദവിയിലിരിക്കെ അശനിപാതം പോലെ ഒരു ഘോര വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ആ ഭയങ്കര സംഭവത്തിന്റെ വിശദവിവരം എഴുതുന്നത് കൊണ്ട് പ്രയോജനമില്ല. എൻ്റെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം അതെല്ലാം ഞാൻ നേരിട്ട് പറയണമല്ലോ. 9 ആഴ്ചക്കാലം മസ്തിഷ്ക ജ്വരം പിടിപെട്ട് കിടന്ന ഞാൻ രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റതേയുള്ളൂ. ഇപ്പോഴും ആരോഗ്യം വേണ്ടി കിട്ടിയിട്ടില്ല. നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസിനെ എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ കേസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണ് അധികാരികളുടെ പക്ഷം. കഴിവതും വേഗം അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും. ഭീതിതമായ ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഞാൻ കഴിയുന്നത്. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറായി തോന്നുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരായത്തതിന് കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പ്രസ്തുത ആ ആഘാതമേറ്റ നിമിഷം മുതൽ ഞാൻ സ്വബോധമില്ലാത്തവനായി തീർന്നു എന്നുള്ളതാണ്. ഇക്കാര്യം അദ്ദേഹത്തോട് പ്രത്യേകം പറയണം. ഇപ്പോഴെൻ്റെ ചിന്താശക്തി വീണ്ടും കിട്ടിയിട്ടുണ്ട്. എങ്കിലും കൂടുതൽ ആലോചിക്കാനുള്ള ധൈര്യമില്ല. എഴുതാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഈ കത്ത് പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയാണ്. ദയവായി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരൂ. നിങ്ങളുടെ പഴയ സഹപാഠി പേഴ്സി ഫെൽപ്സ്.
ഈ കത്ത് വായിച്ചപ്പോൾ എന്നെ പ്രത്യേകം സ്പർശിച്ചത് ഹോംസിനെ കൊണ്ടുചെല്ലണമെന്ന ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയാണ്. തീരെ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും നിറവേറ്റാൻ ഞാൻ യത്നിക്കുമായിരുന്നു. ഹോംസ് തൻ്റെ തൊഴിൽ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് തൻ്റെ കക്ഷി ആവശ്യപ്പെടുന്ന സഹായം നൽകാൻ എപ്പോഴും സന്മനസ്സുള്ളവനായിരുന്നു എന്നെനിക്കറിയാം. ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഒട്ടും കാലതാമസം പാടില്ല എന്ന കാര്യത്തിൽ എൻ്റെ ഭാര്യയും എന്നോട് യോജിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ബേക്കർ സ്ട്രീറ്റിലെ പഴയ താവളത്തിലെത്തി. ഒരു ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് മേശയ്ക്ക് മുമ്പിൽ ഏതോ രാസപരീക്ഷണത്തിൽ വ്യാപൃതനായിരുന്നു ഹോംസ്. കണ്ണാടി പാത്രത്തിലെ ദ്രാവകം നീലജ്വാലയിൽ തിളച്ചുകൊണ്ടിരുന്നു. അത് ബാഷ്പീകൃതമായി ഘനീഭവിച്ച് തുള്ളിത്തുള്ളിയായി മറ്റൊരു പാത്രത്തിൽ വീണു. ഞാൻ കടന്നു ചെന്നിട്ടും ഹോംസ് തലയുയർത്തി നോക്കിയതേയില്ല. ഗൗരവമേറിയ ഏതോ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ചാരുകസേനയിൽ കാത്തിരുന്നു. പിപ്പറ്റുകൊണ്ട് പല ദ്രാവകങ്ങളുടെയും 2 or 3 തുള്ളി വീതം എടുത്ത് അദ്ദേഹം ഒരു ടെസ്റ്റ് ട്യൂബിലാക്കി. ഇടത് കൈയിൽ ഒരു ലിറ്റ്മസ് പേപ്പറും ഉണ്ടായിരുന്നു. വാട്സൺ, നിങ്ങൾ വന്നതൊരു ദശാസന്ധിയിലാണ്, ഹോംസ് പറഞ്ഞു. ഈ പേപ്പറിന്റെ നിറം നീലയായി തന്നെ ഇരുന്ന എല്ലാം ശരിയാവും. ചുവപ്പായി മാറിയാൽ ഒരാളുടെ ജീവനെ തന്നെ ബാധിച്ചേക്കും. അദ്ദേഹം പേപ്പർ ദ്രാവകത്തിൽ മുക്കി. ഉടൻ അത് ഒരു മങ്ങിയ വൃത്തികെട്ട ചുവപ്പായി തീർന്നു. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ. ഞാനിതാ വരുന്നു, ഒരു നിമിഷം. വാട്സൺ, പുകയില എന്റെ പേർഷ്യൻ ചെരുപ്പിനകത്തുണ്ട്. കുറേയധികം ടെലിഗ്രാമുകൾ എഴുതി ഭൃത്യനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അടുത്തു വന്നു. മുൻപിലുള്ള കസേരയിൽ കാലുകൾ മുകളിൽ കയറ്റിവെച്ചിരുന്നു. ഒരു സാധാരണ കൊലപാതകം തന്നെ, ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ കുറെ കൂടി മെച്ചമായ വല്ലതും കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ കുറ്റാന്വേഷണത്തിന്റെ സന്ദേശവാഹകനാണല്ലോ, അതെന്താണ്? ഞാൻ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അത് ശ്രദ്ധിച്ചു വായിച്ചിട്ട് മടക്കി തന്നുകൊണ്ട് പറഞ്ഞു, ഇതിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഒന്നും പറയുന്നില്ല. എങ്കിലും കത്ത് രസകരമാണ്. അയാൾ എഴുതിയതല്ല. അല്ല, ഒരു സ്ത്രീയുടെ കൈയക്ഷരമാണ്. തീർച്ചയായും പുരുഷന്റെ തന്നെ. അല്ല, സ്ത്രീയുടെ. അപൂർവമായ സ്വഭാവവിശേഷങ്ങളുള്ള ഒരു സ്ത്രീയുടെ. അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കക്ഷി പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയുമായി, അത് നല്ലതോ ചീത്തയോ ഒക്കെ ആവട്ടെ, അടുപ്പത്തിലാണെന്നറിയുന്നത് പ്രധാന കാര്യമാണ്. ഈ കേസിൽ എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കുടനെ വാക്കിങ്ങിലേക്ക് പോകാം. തികച്ചും ശോച്യാവസ്ഥയിലുള്ള ഈ രാജ്യതന്ത്രജ്ഞനെയും അയാൾ പറഞ്ഞുകൊടുത്ത് കത്തെഴുതിക്കുന്ന ഈ സ്ത്രീയെയും കാണാം. ഭാഗ്യവശാൽ വാട്ടർലൂ സ്റ്റേഷനിൽ തീവണ്ടിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ വാക്കിങ്ങിലെ ദേവദാരു വൃക്ഷങ്ങൾ ഞങ്ങളെ എതിരേറ്റു. സ്റ്റേഷനിൽ നിന്നും ഏതാനും മിനിറ്റ് നടന്നപ്പോൾ വിശാലമായ പറമ്പിൽ ഒറ്റപ്പെട്ടു നിന്ന ബ്രയാർബ്രെ എന്ന മാളികയിലെത്തി. മോടിയാൽ അലങ്കരിച്ച സന്ദർശന മുറിയിലേക്ക് ഞങ്ങൾ അനയിക്കപ്പെട്ടു. സാമാന്യം തടിച്ച ഒരാൾ വളരെ ഉപചാരപൂർവം ഞങ്ങളെ സ്വീകരിച്ചു. 40-നോടടുത്ത് പ്രായം തോന്നിച്ചിരുന്ന അയാളുടെ കവിളിലെ ചുവപ്പ് നിറവും കണ്ണുകളിലെ ഉത്സാഹത്തിമർപ്പും കുസൃതിക്കാരനായ ഒരു ബാലനെയാണ് ഓർമ്മിപ്പിച്ചത്. ഞങ്ങളുടെ കൈകളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. രാവിലെ മുതൽ പേഴ്സി നിങ്ങളെപ്പറ്റി അന്വേഷിക്കുകയാണ്. പാവം, ഏത് വൈക്കോൽ തുരുമ്പിലും കയറി പിടിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർക്ക് ഇക്കാര്യം ഓർമ്മിക്കുന്നത് പോലും ദുഃഖകരമാണ്. അതുകൊണ്ടാണ് താങ്കളെ സ്വീകരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഹോംസ് പ്രതിവചിച്ചു. നിങ്ങൾ ഈ കുടുംബത്തിലെ ഒരംഗമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അയാൾ ആദ്യം അത്ഭുതപ്പെട്ടു. എന്നിട്ട് കുനിഞ്ഞു നോക്കി ചിരിച്ചു തുടങ്ങി. എന്റെ പോക്കറ്റിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന JH എന്ന അക്ഷരങ്ങൾ നിങ്ങൾ കണ്ടു. നിങ്ങളെന്തോ വലിയ കാര്യം ചെയ്തുവെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പോയി. എൻ്റെ പേര് ജോസഫ് ഹാരിസൺ എന്നാണ്.
എൻ്റെ സഹോദരി ആനിയെയാണ് പേഴ്സി വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം വഴിയെങ്കിലും ഞങ്ങൾ ബന്ധുക്കളാകും. അവൾ അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. കഴിഞ്ഞ 2 മാസക്കാലം അവളാണ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു വരുന്നത്. നമുക്കുടൻ തന്നെ അങ്ങോട്ട് പോകാം. അദ്ദേഹം എത്ര അക്ഷമനായിട്ടാണ് ഇരിക്കുന്നതെന്നറിയാമോ? വീടിൻ്റെ അതേ നിലയിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്ക് ഞങ്ങൾ ആനയിക്കപ്പെട്ടു. ബെഡ്റൂം, സിറ്റിംഗ് റൂം ചേർന്ന രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള അതിലെ ഓരോ മൂലയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവിടെ ഉദ്യാനത്തിൽ നിന്നുള്ള സുഗന്ധവായു വീശിയിരുന്ന വാതായനത്തിനരികിൽ ഒരു സോഫയിൽ മെലിഞ്ഞു വിളറിയ ഒരു യുവാവ് കിടന്നിരുന്നു. സമീപത്തിരുന്ന യുവതി ഞങ്ങളെ കണ്ട് എഴുന്നേറ്റു നിന്നു. പേഴ്സി, ഞാൻ പോകട്ടെ? അവൾ ചോദിച്ചു. അയാൾ അവരുടെ കൈ മുറുക്ക പിടിച്ചു. സുഖമാണോ വാട്സൺ? അയാൾ സസ്നേഹം ചോദിച്ചു. ആ മീശ കൊണ്ട് എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഇതല്ലേ നിങ്ങളുടെ പ്രഖ്യാത സുഹൃത്ത് മിസ്റ്റർ ഷെർലക് ഹോംസ്? ഞാൻ ചുരുക്കം ചില വാക്കുകളിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഇരുന്നു. ആ തടിച്ച ചെറുപ്പക്കാരൻ പോയി. യുവതി രോഗിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു. പൊക്കം കുറഞ്ഞ് അല്പം തടിച്ച അവർക്ക് വശ്യമായ മുഖകാന്തിയുണ്ടായിരുന്നു. മനോഹരമായ തവിട്ട് നിറം, വലിയ കറുത്ത കണ്ണുകൾ, കറുത്ത നിബിഡമായ കേശഭാരം. അവരുടെ മേനിയഴകിന് മുന്നിൽ തോഴന്റെ വിളറിയ മുഖം കൂടുതൽ ദയനീയമായി തോന്നി. സോഫയിൽ നിവർന്നിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. മുഖവര കൂടാതെ കാര്യത്തിലേക്ക് കടക്കാം. മിസ്റ്റർ ഹോംസ്, അടുത്ത് വിവാഹിതനാകാൻ പോകുന്ന എൻ്റെ ജീവിതം സന്തോഷപൂർണവും വിജയകരവുമായിരുന്നു. വളരെ പെട്ടെന്നാണ് ക്രൂരമായ ദുർവിധി എൻ്റെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞത്. ഞാൻ വിദേശകാര്യ വകുപ്പിലായിരുന്നുവെന്ന് വാട്സൺ പറഞ്ഞിരിക്കുമല്ലോ. എൻ്റെ അമ്മാവൻ ഹോൾഡേഴ്സ് പ്രഭുവിൻ്റെ സഹായം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് ഉയർന്നത്. അമ്മാവൻ വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ പ്രധാനപ്പെട്ട പല ദൗത്യവും എന്നെ ഏൽപ്പിച്ചു. അവയെല്ലാം വിജയകരമായി നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ സാമർഥ്യത്തിലും ശേഷിയിലും അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമായി. 10 ആഴ്ചകൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 23-ാം തീയതി, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചു. ജോലിയിലുള്ള എൻ്റെ കഴിവിനെ അഭിനന്ദിച്ച ശേഷം പുതിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കാൻ പോകുന്നതായി പറഞ്ഞു. മേശവലിപ്പിൽ നിന്നും ചാരനിറത്തിലുള്ള ഒരു കടലാസ് ചുരുൾ പുറത്തെടുത്ത് അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിലുള്ള രഹസ്യ ഉടമ്പടിയുടെ ഒറിജിനലാണിത്. ഇതിനെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളൊക്കെ എങ്ങനെയോ പത്രത്തിൽ വന്നു കാണുന്നു. കൂടുതലൊന്നും പരസ്യമാകാതെ നോക്കണം. ഇതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ഫ്രഞ്ച് റഷ്യൻ എംബസികൾ എത്ര പണം വേണമെങ്കിലും ചെലവാക്കും. ഇതിൻ്റെ ഒരു പകർപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ മേശയിൽ നിന്ന് പുറത്തെടുക്കുന്നത് തന്നെ. നിങ്ങളുടെ മുറിയിൽ അലമാരയുണ്ടല്ലോ? ഉണ്ട് സർ. എന്നാൽ ഇത് പൂട്ടി വെച്ചേക്കും. വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞിട്ടേ പുറത്തെടുക്കാം. ഇതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ട് ഒറിജിനലും ഒന്നിച്ച് പൂട്ടി വെച്ചേക്കുക. നാളെ രാവിലെ നേരിട്ട് എൻ്റെ കയ്യിൽ തന്നെ. ഞാൻ ആ പേപ്പർ എടുത്തിട്ട്, ഒരു നിമിഷം, ഹോംസ് പറഞ്ഞു. ഈ സംഭാഷണം നടക്കുമ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. വലിയ മുറിയായിരുന്നു, 30 അടി ചതുരത്തിലുള്ളത്. മധ്യത്തിലായിരുന്നോ ഇരുന്നത്? അതെ, ഏതാണ്ട് മധ്യത്തിൽ തന്നെ. ശബ്ദം താഴ്ത്തിയാണോ സംസാരിച്ചത്? എൻ്റെ അമ്മാവൻ പൊതുവെ താണസ്വരത്തിലാണ് സംസാരിക്കാറുള്ളത്. ഞാൻ വായ തുറന്നില്ലെന്ന് തന്നെ പറയാം. ശരി, തുടരൂ. ഹോംസ് കണ്ണുകൾ അടച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു. ഓഫീസിൽ നിന്നും ഗുമസ്തന്മാരെല്ലാം പോകുന്നത് വരെ ഞാൻ കാത്തിരുന്നു. എൻ്റെ മുറിയിൽ തന്നെയുള്ള ഒരാൾ, ചാൾസ് ഗൊറോട്ട്, കുടിശ്ശിക ജോലി തീർക്കാനുണ്ടായിരുന്നതിനാൽ കുറേ നേരം കൂടി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അയാൾ ഇരിക്കെ ഞാൻ പുറത്ത് അത്താഴം കഴിക്കാൻ പോയി. മടങ്ങി വന്നപ്പോൾ അയാൾ പോയിരുന്നു. ജോലി തീർക്കാൻ എനിക്ക് ധൃതിയുണ്ടായിരുന്നു. ജോസഫ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ മിസ്റ്റർ ഹാരിസൺ? അയാൾ തന്നെ.
ടൗണിലുണ്ടെന്നും 11 മണിയുടെ ട്രെയിനിൽ അയാൾ വാക്കിങ്ങിലേക്ക് പോകുമെന്നും ഞാൻ അറിഞ്ഞിരുന്നു. കഴിയുമെങ്കിൽ എനിക്കും ആ വണ്ടി പിടിക്കണമെന്നുണ്ടായിരുന്നു. ഉടമ്പടി നോക്കിയപ്പോൾ അമ്മാവൻ പറഞ്ഞതിലൊട്ടും അതിശയോക്തിയില്ലെന്ന് മനസ്സിലായി. അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു അതിലെ ഉള്ളടക്കം. വിശദ വിവരങ്ങൾ പുറത്താക്കാതെ തന്നെ ഞാൻ പറയാം. ത്രികക്ഷി സഖ്യത്തോട് ബ്രിട്ടനുള്ള നയമെന്തായിരിക്കണമെന്നും മധ്യധരണ്യാഴിയിൽ ഫ്രഞ്ച് കപ്പൽപ്പട ഇറ്റാലിയൻ നാവികസേനയെ പരാജയപ്പെടുത്തുന്ന പക്ഷം എന്ത് നടപടിയെടുക്കണമെന്നുമുള്ള കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിരുന്നു. നാവികസേനയുടെ പ്രശ്നങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഉടമ്പടിയിൽ 2 കക്ഷികളുടെയും ഉന്നതസ്ഥാനീയർ ഒപ്പുവെച്ചിരുന്നു. ഞാൻ മേശയ്ക്ക് മുന്നിലിരുന്ന് അതിൻ്റെ പകർപ്പെടുത്തി തുടങ്ങി. ഫ്രഞ്ച് ഭാഷയിൽ എഴുതപ്പെട്ടിരുന്ന ആ ദീർഘമായ പ്രമാണത്തിന് 26 വകുപ്പുകളുണ്ടായിരുന്നു. അത് ശീഘ്രം ജോലി ചെയ്തെങ്കിലും 9 മണിക്ക് 9 വകുപ്പുകൾ മാത്രമേ തീർന്നിരുന്നുള്ളൂ. തീവണ്ടിയിൽ പോകുന്ന കാര്യം നടപ്പില്ല. പകലത്തെ ജോലിയുടെ ക്ഷീണം കൊണ്ട് ഞാൻ തളർന്നിരുന്നു. അത്താഴത്തിന്റെ ഖനം കൂടിയായപ്പോൾ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി. ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ ഉന്മേഷം വീണ്ടെടുക്കാമെന്ന് എനിക്ക് തോന്നി. ഒരു വാച്ച്മാൻ കോണിപ്പടിയുടെ ചുവട്ടിലെ മുറിയിൽ രാത്രി മുഴുവൻ ഉണ്ടായിരിക്കും. രാത്രി ജോലി ചെയ്യുന്നവർക്കായി അയാൾ തൻ്റെ സ്റ്റൗവിൽ കാപ്പി ഉണ്ടാക്കി കൊടുത്തിരുന്നു. അയാളെ വിളിക്കാൻ ഞാൻ ബെല്ലടിച്ചു. പക്ഷെ വന്നത് ഒരു സ്ത്രീയായിരുന്നു. ഓവർകോട്ട് ധരിച്ച് പരുക്കൻ മുഖമുള്ള പഠിച്ച സ്ത്രീ. വാച്ച്മാന്റെ ഭാര്യയാണെന്നും ഓഫീസിലെ കൂലിപ്പണിക്കാരിയാണെന്നും അവർ എന്നെ ധരിപ്പിച്ചു. കാപ്പി കൊണ്ടുവരാൻ ഞാൻ അവരോട് പറഞ്ഞു. 2 വകുപ്പുകൾ കൂടി ഞാൻ എഴുതി തീർത്തു. ഉറക്കം കലശലായി ആക്രമിച്ചു തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാപ്പി എത്തിയില്ല. എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ കതക് തുറന്ന് ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. ഞാൻ ജോലി ചെയ്തിരുന്ന മുറിയിൽ നിന്ന് ആരംഭിച്ച് നേരെ മുന്നിലോട്ട് നീണ്ടുകിടന്നിരുന്ന ആ ഇടനാഴിയിൽ മങ്ങിയ പ്രകാശമേ ഉണ്ടായിരുന്നുള്ളൂ. വരാന്തയുടെ അവസാനം ഒരു കോണിപ്പടിയാണ്. പടിയുടെ ചുവട്ടിലാണ് വാച്ച്മാന്റെ മുറി. കോണിപ്പടിയുടെ മധ്യത്തിൽ മറ്റൊരു വഴി വന്നു ചേരുന്നുണ്ട്. ഇവിടെ ഒരു തിണ്ണയുമുണ്ട്. ഈ 2ാമത്തെ വഴിയിലൂടെ മറ്റൊരു കോണിപ്പടി കയറിയാൽ ഒരു വാതിൽ കാണാം. ഭൃത്യന്മാരും ചാൾസ് സ്ട്രീറ്റിൽ നിന്ന് വരുന്ന ഗുമസ്തന്മാരും ഈ വാതിൽ ഉപയോഗിക്കുന്നു. നന്ദി, താങ്കൾ പറയുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഹോംസ് പറഞ്ഞു. ഞാനിപ്പോ പറയുന്നത് താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പടികൾ ഇറങ്ങി വാച്ച്മാന്റെ മുറിയിൽ ഞാൻ ചെന്നപ്പോൾ അയാൾ കൂർക്കം വലിച്ചുറങ്ങുന്നതാണ് കണ്ടത്. പാത്രത്തിൽ വെള്ളം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളം നിലത്ത് തെറിച്ചു വീഴുന്നത് കണ്ട് ഞാൻ സ്റ്റൗ അണച്ചു. ഉറങ്ങുന്നയാളെ തട്ടി ഉണർത്താൻ ഒരുങ്ങുമ്പോഴേക്കും അയാളുടെ തലയ്ക്ക് മുകളിൽ ബെല്ലടിച്ചു. മിസ്റ്റർ ഫെൽപ്സ് സർ, അയാൾ പരിഭ്രമിച്ചു. കാപ്പി തയ്യാറായോ എന്ന് നോക്കാൻ വന്നതാണ്. വെള്ളം തിളയ്ക്കുന്നതിനിടെ ഞാൻ ഉറങ്ങിപ്പോയി. എന്നെയും അപ്പോഴും വിറയിൽ മാറിയിട്ടില്ലാത്ത ബെല്ലിനെയും നോക്കി അയാൾ ചോദിച്ചു, താങ്കൾ ഇവിടെ നിൽക്കുമ്പോ ബെല്ലടിച്ചതാര്? ബെല്ലോ? ഏത് ബെല്ലാണിത്? താങ്കളുടെ മുറിയിൽ നിന്ന് തന്നെ. ഒരു തണുത്ത കരം എന്റെ ഹൃദയത്തെ പിടിച്ചമർത്തുന്നതായി എനിക്ക് തോന്നി. എന്റെ മുറിയിൽ ആരോ പ്രവേശിച്ചിരിക്കുന്നു. ഉടമ്പടി മേശപ്പുറത്തിരിക്കുകയാണ്. കോണിപ്പടി കയറി വരാന്തയിലൂടെ ഞാൻ ഓടിച്ചെന്നു. വരാന്തയിൽ ആരും ഉണ്ടായിരുന്നില്ല. മുറിയിൽ എല്ലാ വസ്തുക്കളും യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു, ഉടമ്പടി ഒഴികെ. എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഉടമ്പടി മേശപ്പുറത്ത് നിന്ന് അപ്രത്യക്ഷമായിരുന്നു. എഴുതിക്കൊണ്ടിരുന്ന പകർപ്പ് മാത്രം അവിടെയുണ്ട്. ഹോംസ് കസേരയിൽ നിവർന്നിരുന്ന് കൈകൾ കൂട്ടിത്തിരുമി. പ്രശ്നം അദ്ദേഹത്തെ ആകർഷിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? അദ്ദേഹം മന്ത്രിച്ചു. വലതുവശത്തുള്ള വാതിലിൽ കൂടിയായിരിക്കും കള്ളൻ പ്രവേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ആ സമയം അത്രയും മുറിക്കകത്ത് തന്നെ ഒളിച്ചിരിക്കാനോ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ എന്ന് പറഞ്ഞു വരാന്തയിൽ മറിഞ്ഞിരിക്കാനോ സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് തീരെ സാധ്യമല്ല. മുറിയിലോ വരാന്തയിലോ ഒരെലിക്ക് പോലും ഒളിച്ചിരിക്കാനുള്ള സൗകര്യമില്ല. അവിടെ മറവൊന്നുമില്ല. നന്ദി, ദയവായി ബാക്കി കൂടി പറയൂ.
എൻ്റെ വിളറിയ മുഖം കണ്ട് എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കിയ വാച്ച്മാൻ എന്നോടൊപ്പം മുകളിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും മുൻവശത്തെ വാതിലിൽ കൂടി കോണിപ്പടി ഇറങ്ങി ചാൾസ് സ്ട്രീറ്റിലെത്തി. വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു, ചാരിയിട്ടേ ഉള്ളൂ. ഞാൻ പുറത്തിറങ്ങുന്ന അവസരത്തിൽ അടുത്തെവിടെയോ ക്ലോക്കിൽ 3 പ്രാവശ്യം മണിയടിക്കുന്ന ശബ്ദം കേട്ടതായി ഞാൻ ഓർക്കുന്നു. മണി 9:45. ഇത് വളരെ പ്രധാനമാണ്. സ്വന്തം ഷർട്ടിന്റെ കഫിൽ എന്തോ കുറിച്ചുകൊണ്ട് ഹോംസ് അഭിപ്രായപ്പെട്ടിരുന്നു. അതൊരു ഇരുണ്ട രാത്രിയായിരുന്നു. മഴ ചാറിക്കൊണ്ടിരുന്നു. ചാൾസ് സ്ട്രീറ്റ് വിജനമായിരുന്നെങ്കിലും അതിൻ്റെ അറ്റത്ത് വൈറ്റ് ഹാളിൽ പതിവ് പോലെ തിരക്കുണ്ട്. നടപ്പാതയിലൂടെ മഴ നനഞ്ഞ് ഞങ്ങൾ ഓടിച്ചു. അവിടെ ഒരു പോലീസുകാരൻ നിന്നിരുന്നു. ഞാൻ കിതച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, ഒരു മോഷണം നടന്നിരിക്കുന്നു. വിദേശകാര്യ വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രേഖ കളവുപോയി. ഇതിലെ ആരെങ്കിലും പോയോ? ഒരു 1/4 മണിക്കൂറായി ഞാനിവിടെ നിൽക്കുകയാണ്, അയാൾ പറഞ്ഞു. അതിനിടയിൽ ഒരാൾ മാത്രമേ ഇതിലെ കടന്നുപോയിട്ടുള്ളൂ. പ്രായം ചെന്ന കിളരമുള്ള ഒരു സ്ത്രീ. അവർ ഒരു മഞ്ഞ ഷാള് പൊതിച്ചിരുന്നു. അതെന്റെ ഭാര്യയാണ്, വാച്ച്മാൻ പറഞ്ഞു. വേറെ ആരെയും കണ്ടില്ലയോ? ആരുമില്ല. എങ്കിൽ കള്ളം വേറെ വഴി പോയിരിക്കും, വാച്ച്മാൻ എൻ്റെ കുപ്പായത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സമാധാനമായില്ല. അയാളുടെ ധൃതി എന്നെ സംശയാലുവാക്കി. ഏത് വഴിയിലാണ് ആ സ്ത്രീ പോയത്? എനിക്കറിഞ്ഞുകൂടാ സർ. അവരുടെ കയ്യിൽ പാസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അവരൽപ്പം ധൃതിയിലാണെന്ന് തോന്നി. അവർ പോയിട്ട് എത്ര നേരമായി? ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. 5 മിനിറ്റിനകമാണ്. 5 മിനിറ്റിൽ കൂടുതലായിട്ടില്ല സർ. താങ്കൾ വെറുതെ സമയം കളയുന്നു. ഓരോ മിനിറ്റും വിലയേറിയതാണ്, വാച്ച്മാൻ പറഞ്ഞു. അതെന്റെ ഭാര്യ തന്നെ. ഇക്കാര്യത്തിൽ അവർക്ക് എന്തറിയാം? വേഗം നമുക്ക് തെരുവിന്റെ മറ്റേ അറ്റത്ത് പോയി നോക്കാം. താങ്കൾ വന്നില്ലെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ. അത് പറഞ്ഞ് അയാൾ അങ്ങോട്ടോടി. അടുത്ത നിമിഷം ഞാൻ പുറകെ പാഞ്ഞ് അയാളുടെ കുപ്പായത്തിൽ കടന്നു പിടിച്ചു. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. 16 ഐവി സ്ട്രീറ്റ്, ബ്രിക്സ്റ്റൺ. ദയവ് ചെയ്ത് അന്വേഷണം തെറ്റായ വഴിക്കാകരുതേ. വരൂ, നമുക്ക് അങ്ങോട്ട് പോയി വല്ല വിവരം കിട്ടുമോ എന്ന് അന്വേഷിക്കാം. പോലീസുകാരനെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ജംഗ്ഷനിലെത്തി. മഴയത്ത് തിരക്കിട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾക്കിടയിൽ ആരെല്ലാം കടന്നുപോയെന്ന് ആരോട് ചോദിക്കാനാണ്? ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്ന് വരാന്തയും കോണിപ്പടിയും ഒക്കെ പരിശോധിച്ചു. ഫലമൊന്നും ഉണ്ടായില്ല. മുറിയിലേക്കുള്ള വരാന്തയിൽ വിരിച്ചിരിക്കുന്ന ലിനോലിയത്തിൽ ഈർപ്പമുള്ള ചുവടടയാളങ്ങൾ വ്യക്തമായി പതിഞ്ഞു കാണും. ഞങ്ങൾ പരിശോധിച്ചു, ഒന്നും കണ്ടില്ല. രാത്രി നേരത്തെ മഴ തുടങ്ങിയിരുന്നു. ഉദ്ദേശം 7 മണി മുതൽ. അങ്ങനെയെങ്കിൽ 9 മണിക്ക് മുറിയിൽ വന്ന സ്ത്രീയുടെ ചെളിപുരണ്ട പാദരക്ഷയുടെ അടയാളം കാണേണ്ടതല്ലേ? അത് ചോദിച്ചത് നന്നായി. എനിക്കും അങ്ങനെ തോന്നി. ഓഫീസിൽ ജോലിക്ക് വരുന്ന സ്ത്രീകൾ പാദരക്ഷകൾ വാച്ച്മാന്റെ മുറിയിൽ അഴിച്ചു വെച്ചിട്ട് സ്ലിപ്പറുകൾ ഇടുകയാണ് പതിവ്. അത് ശരി. അപ്പോ അടയാളം ഒന്നുമില്ല. രാത്രി മഴയുണ്ടായിരുന്നെങ്കിലും പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ മുറിക്കകം പരിശോധിച്ചു. അവിടെ രഹസ്യവാതിലുകളൊന്നുമില്ല. ജനാലകൾ വെളിയിൽ നിലത്ത് നിന്ന് 30 അടി ഉയരത്തിലാണ്. അവ അകത്ത് നിന്ന് അടച്ചു പൂട്ടിയിരുന്നു. നിലത്ത് പരവതാനിയുണ്ട്. രഹസ്യമാർഗങ്ങളൊന്നുമില്ല. തട്ട് സാധാരണ രീതിയിൽ വെള്ളയടിച്ചതാണ്. കടലാസുകൾ മോഷ്ടിച്ചതാരായാലും വാതിലിൽ കൂടി മാത്രമേ അകത്ത് കടന്നിരിക്കാനിടയുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. പുകക്കുഴലില്ലേ? ഇല്ല, സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മേശയുടെ വലതുവശത്താണ് മണിയടിക്കാനുള്ള ചരട് തൂങ്ങിക്കിടന്നത്. മേശയുടെ അടുത്തു പോയാലേ മണിയടിക്കാൻ പറ്റൂ. പക്ഷേ എന്തിനാണ് കള്ളൻ മണിയടിച്ചത്? അതാണ് ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം. തീർച്ചയായും അത് അസാധാരണം തന്നെ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ ചെയ്തേ? കള്ളൻ എന്തെങ്കിലും അയാളുടെ സിഗരറ്റ് കുറ്റിയോ കയ്യുറയോ ഹെയർപിന്നോ വല്ലതും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾ മുറിയാകെ പരിശോധിച്ചു കാണും അല്ലേ? അതെ, ഒരടയാളവും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഗന്ധം? അതിനെക്കുറിച്ച് ഞങ്ങൾ ഓർത്തില്ല. പുകയിലയുടെ ഗന്ധം ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് സഹായകമായിരിക്കും.
ഞാൻ പുകവലിക്കാറില്ല. അതുകൊണ്ട് പുകയിലയുടെ ഗന്ധമുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കും. ഒരു തുമ്പും കിട്ടിയില്ല. സംശയകരമായ ഒരേ ഒരു കാര്യം, വാച്ച്മാന്റെ ഭാര്യ മിസ്സസ് ടാങ്കെ എന്നാണ് പേര്, ധൃതിപ്പെട്ട് ഓടിപ്പോയി എന്നത് മാത്രമാണ്. അവര് പതിവായി ആ സമയത്താണ് വീട്ടിൽ പോകാറുള്ളതെന്നാണ് അയാളുടെ സമാധാനം. ആ സ്ത്രീയുടെ കയ്യിൽ തന്നെ കടലാസ് ഉണ്ടായിരിക്കുമെന്നും അവരത് കൈമാറുന്നതിന് മുൻപ് പിടികൂടണമെന്നും ഞാനും പോലീസുകാരനും തീരുമാനിച്ചു. ഇതിനിടെ വിവരം സ്കോട്ട്ലൻഡ് യാർഡിൽ അറിഞ്ഞു. ഡിറ്റക്റ്റീവ് മിസ്റ്റർ ഫോർബസ് ഉടനെ എത്തി ഉഷാറായി അന്വേഷണം ആരംഭിച്ചു. ഒരു കുതിരവണ്ടി പിടിച്ച് അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വാച്ച്മാൻ തന്ന മേൽവിലാസം കണ്ടെത്തി. മിസസ് ടാങ്കയുടെ മൂത്ത മകളായിരുന്നു വാതിൽ തുറന്നത്. അമ്മ വന്നിട്ടില്ലെന്ന് അവൾ പറഞ്ഞു. മുൻപിലത്തെ ഒരു മുറിയിൽ ഞങ്ങൾ കാത്തിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. ഇവിടെ ഞങ്ങളൊരബദ്ധം കാണിച്ചു. തെറ്റെൻ്റേതായിരുന്നു. ഞങ്ങൾ വാതിൽ തുറക്കുന്നതിന് പകരം ആ പെൺകുട്ടിയോടാണ് വാതിൽ തുറക്കാൻ പറഞ്ഞത്. വാതിൽക്കൽ നിന്ന് അമ്മയെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു എന്നവൾ പറഞ്ഞതും അടുത്ത ക്ഷണത്തിൽ ആരോ ഉള്ളിലോട്ട് ഓടുന്ന ശബ്ദവും ഞങ്ങൾ കേട്ടു. വാതിൽ തുറന്ന് ഫോർബസും ഞാനും അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. ആ സ്ത്രീ അവിടെ നിന്നിരുന്നു. അവർ ഞങ്ങളെ തുറച്ചു നോക്കി. എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് അത്ഭുതം പ്രകടമായി. ഇത് നമ്മുടെ ഓഫീസിലെ മിസ്റ്റർ ഫെൽപ്സ് അല്ലേ? അവർ പറഞ്ഞു. വേറെ ആരെന്നുദ്ദേശിച്ചാണ് ഒളിച്ചോടാൻ നോക്കിയത്? എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു. ആ വ്യാപാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അവർ പറഞ്ഞു. ഞങ്ങൾ അയാളുമായി അത്ര പിശകിയിരിക്കുകയാണ്. അത് ശരിയായ സമാധാനമല്ല, ഫോർബസ് പറഞ്ഞു. ഓഫീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു രേഖ നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത് മറച്ചു പിടിക്കാനാണ് ഇങ്ങോട്ട് ഓടിയത്. പരിശോധിക്കണം. സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് വരൂ. അവർ എതിർത്തിട്ടും പ്രതിഷേധിച്ചിട്ടും ഫലമുണ്ടായില്ല. ഒരു കുതിരവണ്ടിയിൽ ഞങ്ങൾ 3 പേരും സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് തിരിച്ചു. അതിനു മുൻപ് അവരുടെ അടുക്കളയും അടുപ്പും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പേപ്പർ ഒളിച്ചു വെച്ചതിൻ്റെയോ കത്തിച്ചു കളഞ്ഞതിൻ്റെയോ ലക്ഷണമൊന്നുമില്ലായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡിൽ വനിതാ പോലീസുകാർ ദേഹപരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് ഉത്കണ്ഠയോടെ കാത്തിരുന്നു. പരിശോധന വിഫലമായതേയുള്ളൂ. ഇതുവരെ ഞാൻ തിരക്കിലായിരുന്നതുകൊണ്ട് അനന്തര ഫലത്തെപ്പറ്റി ചിന്തിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ആദ്യമായി ദുരവസ്ഥയുടെ ഭീകരരൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഉടമ്പടി കണ്ടുകിട്ടുമെന്നുറപ്പിച്ചിരുന്നതിനാൽ അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഇനി ഒന്നും ചെയ്യാനില്ലെന്നായപ്പോൾ എനിക്ക് സംഗതിയുടെ ഗൗരവം ബോധ്യമായി. ഭയങ്കരമായിരുന്നു. സ്കൂളിൽ വെച്ച് ഞാനൊരു ഭീരുവും വികാരജീവിയുമാണെന്ന് വാട്സൺ അറിയാം. എൻ്റെ പ്രകൃതം അതാണ്. എൻ്റെ അമ്മാവനെയും മന്ത്രിസഭയിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ നിമിത്തം എനിക്കും അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും ഉണ്ടാകാവുന്ന അപകീർത്തിയെക്കുറിച്ച് ഓർത്തു. അപകടത്തിനിരയായത് ഞാനായതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. വിദേശകാര്യ വകുപ്പിൽ നയതന്ത്ര വിഭാഗത്തിൽ വരുന്ന വീഴ്ചകൾക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഞാൻ തകർന്നു. ലജ്ജാകരമായ നിരാശാപൂർണമായ തകർച്ച. പിന്നെ ഞാൻ എന്ത് ചെയ്തുവെന്ന് എനിക്ക് ഓർമ്മയില്ല. വല്ലാത്ത രംഗം സൃഷ്ടിച്ചിരിക്കണം. എൻ്റെ ചുറ്റും കുറെ ഉദ്യോഗസ്ഥന്മാർ നിന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ നേരിയ ഓർമ്മ മാത്രമുണ്ട്. അതിലൊരാൾ എന്നെ വാട്ടർലൂ വരെ അനുഗമിച്ചു. എൻ്റെ അയൽക്കാരനായ ഡോക്ടർ ഫെറിയർ ട്രെയിനിലുണ്ടായിരുന്നതുകൊണ്ട് വീട് വരെ വന്നില്ല എന്നേ ഉള്ളൂ. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് മൊഹാലസ്യമുണ്ടായി. വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ഭ്രാന്തനെ പോലെയായിരുന്നു. അർദ്ധരാത്രി ഡോക്ടർ വീട്ടുകാരെ വിളിച്ചുണർത്തി. എന്നെ ആ നിലയിൽ കണ്ടപ്പോഴുള്ള അവരുടെ വിഷമം ഊഹിക്കാമല്ലോ. അമ്മയുടെയും പാവം ആനിയുടെയും ഹൃദയം തകർന്നു. എന്തു സംഭവിച്ചു എന്നതിനെപ്പറ്റി ഡിറ്റക്റ്റീവിൽ നിന്ന് കേട്ട കാര്യം ഡോക്ടർ പറഞ്ഞു. അത് രംഗം കൂടുതൽ വഷളാക്കിയതേയുള്ളൂ. ഞാൻ വളരെ കാലം രോഗശയ്യയിൽ കഴിയുമെന്ന് അവരുറച്ചു. ഈ ബെഡ്റൂമിൽ നിന്ന് ജോസഫിനെ കെട്ടുകെട്ടിച്ചു. എന്നെ ഇവിടെ കിടത്തി. 9 ആഴ്ചയായി ഞാൻ ഇവിടെ കിടക്കുന്നു. മിസ്റ്റർ ഹോംസ്, ബോധമില്ലാതെ ജ്വരം മൂർച്ഛിച്ച് പലതും പുലമ്പിക്കൊണ്ട്. ഡോക്ടറുടെ ശുശ്രൂഷയും ഈ നിൽക്കുന്ന മിസ് ഹാരിസന്റെ പരിചരണവും ഇല്ലായിരുന്നെങ്കിൽ
ഇപ്പോഴും എനിക്ക് താങ്കളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. പകൽ സമയം അവരെന്നെ പരിചരിക്കും. രാത്രി മറ്റൊരു നേഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജ്വരം മൂർച്ഛിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ക്രമേണ ബോധം വീണ്ടും കിട്ടിത്തുടങ്ങി. ശരിയായി ഓർമ്മശക്തി ലഭിച്ചിട്ട് 3 ദിവസമായി. അത് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്നു. ഞാൻ ആദ്യം ചെയ്തത് കേസ് അന്വേഷിച്ചിരുന്ന മിസ്റ്റർ ഫോബ്സിനെ കമ്പിയടിച്ചു വരുത്തുകയാണ്. അദ്ദേഹം വന്നു. കഴിവുള്ളതെല്ലാം ചെയ്തെന്നും ഒരു തെളിവുമില്ലെന്നും പറഞ്ഞു. വാച്ച്മാനെയും ഭാര്യയെയും എല്ലാ വിധത്തിലും ചോദ്യം ചെയ്തു. ഒരു തെളിവും കിട്ടിയില്ല. പോലീസിന്റെ സംശയം അന്ന് രാത്രി ഓഫീസിൽ ഓവർ ടൈം ജോലി ചെയ്ത ഗോറട്ടിന്റെ മേലായി. പേരിലുള്ള ഫ്രഞ്ച് ചുവയും ഓവർ ടൈം ചെയ്തത് മാത്രമായിരുന്നു സംശയത്തിന് കാരണം. പക്ഷേ അന്നയാൾ പോയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചത്. അയാൾക്ക് ഫ്രഞ്ചുകാരുമായി ഒന്നും ബന്ധമില്ലതാനും. അയാളിൽ സംശയാസ്പദമായി ഒന്നുമില്ലായിരുന്നു. അവസാനത്തെ ആശാകേന്ദ്രമായിട്ടാണ് ഞാൻ താങ്കളെ വരുത്തിയത്. മിസ്റ്റർ ഹോബ്സ്, താങ്കൾ പരാജയപ്പെട്ടാൽ എൻ്റെ മാനവും സ്ഥാനവും എന്നേക്കുമായി നഷ്ടമായിരുന്നു. ഇത്രയും പറഞ്ഞ് ക്ഷീണിച്ച രോഗി തലയിണയിൽ ചാരിക്കിടന്നു. നേഴ്സ് ഒരു ഗ്ലാസ്സിൽ കുറച്ച് മരുന്നൊഴിച്ചു കൊടുത്തു. ഹോംസ് കണ്ണുകൾ അടച്ചു, തല ചായച്ച് ചാരിയിരുന്നു. പരിചയമില്ലാത്തവർക്ക് അദ്ദേഹം ഉറങ്ങുകയാണെന്ന് തോന്നി. ഗാഠമായ ആലോചനയിൽ മുഴുകിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അവസാനം ഹോംസ് മൗനം ഭഞ്ജിച്ചു. കൂടുതലൊന്നും ചോദിക്കാനില്ല. പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം. ഈ ജോലി ചെയ്യാൻ പോകുന്ന വിവരം നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നു? ആരോടും പറഞ്ഞില്ല. ഈ നിൽക്കുന്ന മിസ് ഹാരിസണോട്? ഇല്ല. നിർദ്ദേശം കിട്ടിയതിന് ശേഷം പകർപ്പെടുക്കുന്നതിനിടയ്ക്കുള്ള സമയത്ത് ഞാനിവിടെ വന്നിട്ടില്ല. നിങ്ങളുടെ ബന്ധുക്കളാരെങ്കിലും ആ സമയത്ത് നിങ്ങളെ കണ്ടിരുന്നോ? ഇല്ല. ആർക്കെങ്കിലും നിങ്ങളുടെ ഓഫീസിലേക്കുള്ള വഴി അറിയാമോ? അറിയാം, എല്ലാവരും അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. എങ്കിലും ഉടമ്പടിയെക്കുറിച്ച് മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ വഴിക്കുള്ള അന്വേഷണത്തിന് പ്രസക്തിയില്ല. ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. വാച്ച്മാനെ പറ്റി എന്തറിയാം? അയാളൊരു പഴയ പട്ടാളക്കാരനാണെന്ന് അറിയാം. ഏത് വിഭാഗത്തിലാണ് അയാൾ സേവനം അനുഷ്ഠിച്ചിരുന്നത്? കോൾസ്ട്രീം ഗാർഡ്സിലാണെന്ന് കേട്ടിട്ടുണ്ട്. നന്ദി. കൂടുതൽ വിവരങ്ങൾ ഫോർബസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം. അധികാരികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വിദഗ്ധന്മാരാണ്. അവയുടെ പ്രയോഗത്തിൽ മാത്രമാണ് പാളിപ്പോകുന്നത്. റോസ് മനോഹരമായിട്ടുള്ള ഒരു പുഷ്പം തന്നെ. അദ്ദേഹം സോഫയ്ക്കപ്പുറം തുറന്നു കിടന്ന ജനാലയ്ക്കരികെ ചെന്ന് വാടിത്തുടങ്ങിയ റോസാപ്പൂവിന്റെ ഞെട്ടിൽ പിടിച്ചുയർത്തി പുറത്തെ പച്ചപ്പുൽ തകിടിയും പൂവാടിയും നോക്കി നിന്നു. ഹോംസിന്റെ സ്വഭാവത്തിന്റെ ഒരു പുതിയ മുഖമാണ് ഞാൻ കാണുന്നത്. പ്രകൃതി സൗന്ദര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അതിനു മുൻപ് ഞാൻ കണ്ടിട്ടേയില്ല. അനുമാനം ഏറ്റവും ആവശ്യം മതത്തിന്റെ കാര്യത്തിലാണ്. ജനൽപാളിയിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യുക്തി ഉപയോഗിച്ച് അതൊരു ശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. വിധാതാവിന്റെ നന്മ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പൂക്കളിലാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാം നമ്മുടെ ശക്തി, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഭക്ഷണം എല്ലാം തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതാണ്. പൂവിന്റെ കാര്യം അങ്ങനെയല്ല. അതിന്റെ ഗന്ധവും നിറവും ജീവിതത്തിന് ശോഭയേകുന്നു. കൂടിയേ തീരൂ എന്നില്ലെങ്കിലും അധികമായി കിട്ടുന്ന നന്മ മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൂക്കളിൽ നിന്ന് നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാമെന്ന്. ഹോംസിന്റെ ഈ പ്രകടനത്തെ അത്ഭുതത്തോടും നിരാശയോടും കൂടിയാണ് പേഴ്സിയും സഖിയും നോക്കിയത്. കൈകളിൽ ആ പൂമുട്ടുമായി ഏതാനും മിനിറ്റു നേരം സ്വപ്നാടനത്തിൽ എന്ന പോലെ നിന്ന ഹോംസിനോട് യുവതി ചോദിച്ചു, ഈ രഹസ്യം അനാവരണം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ സ്വരം പരുഷമായിരുന്നു. ഓ, രഹസ്യത്തിന്റെ കാര്യം? ഹോംസ് ഞെട്ടി. പെട്ടെന്ന് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കേസ് ദുർഗ്രഹവും കുഴഞ്ഞു മറിഞ്ഞതാണെന്ന കാര്യം നിഷേധിക്കുന്നില്ല. എന്നാലും ഞാനിത് പരിഗണിക്കാമെന്നും എന്തെങ്കിലും വിവരം കിട്ടിയ അറിയിക്കാമെന്നും ഉറപ്പു തരികയാണ്. എന്തെങ്കിലും തുമ്പുള്ളതായി തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഒന്നല്ല,
7 കാണുന്നുണ്ട്. പരീക്ഷിച്ചു നോക്കിയാലേ അതിൽ സത്യം എന്താണെന്ന് അറിയാൻ കഴിയും. ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? എന്നെ തന്നെ അങ്ങ് സംശയിക്കുന്നു. എന്ത് ഇത്ര വേഗം തീരുമാനമെടുക്കുന്നത്? എന്നാൽ ലണ്ടനിൽ പോയി തീരുമാനങ്ങൾ പരീക്ഷണ വിധേയമാക്കും. മിസ് ഹാരിസൺ, നിങ്ങളുടെ ഉപദേശം ഒന്നാം തരമാണ്. ഹോംസ് എഴുന്നേറ്റു. വാട്സൺ, അതിനേക്കാൾ നല്ലതായി നമുക്കൊന്നും ചെയ്യാനില്ല. മിസ്റ്റർ ഫെൽപ്സ്, അതിര് കവിഞ്ഞ ശുഭപ്രതീക്ഷ വേണ്ട. പ്രശ്നം അത്യന്തം സങ്കീർണമാണ്. താങ്കളെ വീണ്ടും കാണുന്നത് വരെ എൻ്റെ രോഗം ഭേദമാവുകയില്ല, ആ നയതന്ത്ര പ്രതിനിധി വിലപിച്ചു. ശരി, നാളെ ഇതേ ട്രെയിനിൽ ഞാൻ വരും. പക്ഷെ എൻ്റെ റിപ്പോർട്ട് നിഷേധ രൂപത്തിലായിരിക്കാനാണ് ഇട. വരാമെന്നതിന് സമ്മതിച്ചതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നത് തന്നെ എനിക്ക് നവജീവൻ നൽകുന്നുണ്ട്. ഹോൾഡേഴ്സൺ പ്രഭുവിൻ്റെ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓഹോ, അദ്ദേഹം എന്തു പറയുന്നു? അദ്ദേഹം കഠിനചിത്തനാണ്, പക്ഷെ കടുപ്പിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ രോഗമാണ് അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പ്രശ്നം വളരെ ഗൗരവമുള്ളതാണെന്ന് ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആരോഗ്യം വീണ്ടെടുക്കുന്നത് വരെ എൻ്റെ ഭാവിയെപ്പറ്റി, എന്ന് വെച്ചാൽ എന്നെ ഡിസ്മിസ് ചെയ്യുന്ന കാര്യം തീരുമാനമെടുക്കുകയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ന്യായവും ബുദ്ധിപൂർവവുമാണ്. വരൂ വാട്സൺ, പട്ടണത്തിൽ കുറച്ചധികം ജോലിയുണ്ട്. മിസ്റ്റർ ജോസഫ് ഹാരിസൺ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുചെന്നാക്കി. പോർട്സ്മിത്തിലേക്കുള്ള തീവണ്ടിയിൽ ഗാഢമായ ചിന്തയിൽ മുഴുകിയിരുന്നു ഹോംസ്. ക്ലാഫാം ജംഗ്ഷനിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഉയർന്ന വഴിയിലൂടെ ലണ്ടനിലേക്കുള്ള യാത്ര രസകരമാണ്. വീടുകളുടെ മേൽക്കൂര എന്ത് ഭംഗിയായി കാണാം. അദ്ദേഹം തമാശ പറയുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ കാഴ്ച തീരെ മോശമായിരുന്നു. അദ്ദേഹം വിശദമാക്കി, അത് അവിടെ ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങൾ നോക്കൂ. കല്ലോട് മേഞ്ഞ കൂരകൾക്കിടയിൽ ഉയർന്നു കാണുന്നില്ലേ? കറുത്ത സമുദ്രത്തിലെ ഇഷ്ടിക ദ്വീപുകൾ പോലെ. സ്കൂൾ കെട്ടിടങ്ങളാണല്ലോ. ദീപസ്തംഭങ്ങൾ, എൻ്റെ കുട്ടി, ഭാവിയുടെ പ്രകാശനാളങ്ങൾ, 100 കണക്കിന് പ്രകാശ ബീജങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള വിത്തുകൾ. അതിൽ നിന്നൊരു പുതിയ കൂടുതൽ മെച്ചമായ ഇംഗ്ലണ്ട് മുളപൊട്ടി വരും. ആ ഫെൽപ്സ് മദ്യപിക്കും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും. എങ്കിലും നാം എല്ലാ വസ്തുതകളും കണക്കിലെടുക്കണം. ആ പാവം നടുക്കടലിലാണ്. കരകയറ്റാൻ നമുക്ക് കഴിയുമോ എന്തോ. മിസ് ഹാരിസണെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? സ്ഥിരചിത്തയായ ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തെറ്റുപറ്റിയില്ലെങ്കിൽ നോർതംലാൻഡിലെ ഒരു ഉരുക്ക് വ്യവസായിയുടെ മക്കളാണ് അവളും അവളുടെ സഹോദരനും. കഴിഞ്ഞ മഞ്ഞുകാലത്ത് യാത്രക്കിടയിലാണ് അയാൾ അവളെ പരിചയപ്പെട്ടത്. സഹോദരൻ്റെ അകമ്പടിയോടെ പ്രതിശ്രുതവരൻ്റെ ബന്ധുക്കളെ പരിചയപ്പെടാനാണ് അവൾ വന്നത്. അപ്പോഴാണ് ഈ ദുർഘടം. പിന്നെ കാമുകനെ ശുശ്രൂഷിക്കാനായി ഇവിടെ കഴിയുന്നു. താമസം സുഖകരമായതുകൊണ്ട് അവളുടെ സഹോദരനും ഇവിടെ തന്നെ പറ്റിക്കൂടി. ഞാൻ സ്വന്തമായി ചില അന്വേഷണങ്ങൾ നടത്തുകയായിരുന്നു. ഇന്നിനി അന്വേഷണങ്ങളുടെ ദിവസമാണ്. എൻ്റെ പ്രാക്ടീസ് ഞാൻ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ കേസുകളാണ് എൻ്റേതിനേക്കാൾ കൂടുതൽ രസകരമാണെന്ന് തോന്നുന്നതെങ്കിൽ, ഹോംസ് കാലുഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, 1-2 ദിവസത്തേക്ക് എൻ്റെ പ്രാക്ടീസ് എന്നെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് പറയാൻ ഭാവിക്കുകയായിരുന്നു. ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയമാണിപ്പോൾ. വളരെ നല്ലത്. രസികത്വം വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊരുമിച്ച് അന്വേഷണം തുടരാം. ഫോർബസിൻ്റെ സന്ദർശനമാവട്ടെ ആദ്യം. നമുക്കാവശ്യമുള്ള വിവരങ്ങളൊക്കെ അയാളിൽ നിന്ന് കിട്ടും. അത് കേൾക്കുമ്പോൾ ഏത് വശത്തുകൂടിയാണ് കേസിനെ സമീപിക്കേണ്ടതെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. താങ്കൾക്കെന്തോ തുമ്പ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അല്ല, അനവധിയുണ്ട്. പ്രയോജനമുണ്ടോ എന്നത് അന്വേഷണം നടത്തിയാലേ പറയാൻ പറ്റൂ. ഉദ്ദേശരഹിതമായ കുറ്റകൃത്യങ്ങളാണ് തെളിയിക്കാൻ പ്രയാസം. ഇവിടെ ഉദ്ദേശം ഉള്ളതായി കാണുന്നു. ഇതിൽ നിന്ന് ആർക്കാണ് പ്രയോജനം? ഫ്രഞ്ച് അംബാസഡറുണ്ട്, റഷ്യൻ അംബാസഡറുണ്ട്. ഇവരിൽ ആർക്കെങ്കിലും വിലയ്ക്ക് കൊടുത്ത് ലാഭമുണ്ടാക്കാൻ ഉദ്ദേശമുള്ളവർ കാണും. പിന്നെ ഹോൾഡേഴ്സ് പ്രഭു ഉണ്ട്. ഹോൾഡേഴ്സ് പ്രഭു? ഇത്തരമൊരു രേഖ സന്ദർഭവശാൽ നഷ്ടപ്പെട്ടാൽ
സങ്കടപ്പെടേണ്ടതില്ലാത്തൊരവസ്ഥയിൽ ഒരു രാജ്യതന്ത്രജ്ഞൻ ചിലപ്പോൾ എത്തിയെന്ന് വരും. ഹോൾഡസ് പ്രഭുവിനെ പോലെ ബഹുമാന്യനായ ഒരു രാജ്യതന്ത്രജ്ഞൻ അങ്ങനെ തോന്നുന്നു. ഇതിനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. ആ മഹാനെ നമുക്കിന്ന് കാണണം. എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ ചില അന്വേഷണങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇതിനിടെ അതെ, വോക്കിംഗ് സ്റ്റേഷനിൽ നിന്ന് ലണ്ടനിലെ എല്ലാ സായാഹ്ന ദിനപത്രങ്ങളിലും ഒരു പരസ്യം കൊടുക്കാൻ കമ്പി അടിച്ചിട്ടുണ്ട്. നോട്ട്ബുക്കിൽ നിന്നും കീറിയെടുത്ത ഒരു കടലാസ് കഷ്ണം അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. അതിൽ പെൻസിൽ കൊണ്ട് ഇങ്ങനെ കുറിച്ചിരുന്നു: 10 പവൻ സമ്മാനം. മെയ് 23 രാത്രി 9:45 ചാൾസ് സ്ട്രീറ്റിലെ വിദേശകാര്യ മന്ത്രാലയത്തിന് മുമ്പിൽ ഒരു യാത്രക്കാരനെ കൊണ്ടിറക്കിയ കുതിരവണ്ടിയുടെ നമ്പർ അറിയിക്കുന്നവർക്ക് 221 ബി ബേക്കർ സ്ട്രീറ്റിൽ അന്വേഷിക്കുക. കള്ളൻ വണ്ടിയിലാണ് വന്നതെന്ന് തീർച്ചയുണ്ടോ? ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ തകരാറൊന്നുമില്ല. ഫെൽപ്സ് പറയുന്നത് പോലെ വരാന്തയിലും മുറിക്കുള്ളിലും ഒളിച്ചിരിക്കാനിടമില്ലെങ്കിൽ കള്ളൻ പുറത്തുനിന്ന് വന്നതാവണം. മഴയുള്ള രാത്രിയിൽ പുറത്തുനിന്ന് വന്നിട്ട് ലിനോലിയത്തിൽ ഒരടയാളവും ശേഷിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ വണ്ടിയിലായിരിക്കാം വന്നത്. അതെ, വണ്ടിയുടെ കാര്യം നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അങ്ങനെ ആവാൻ വഴിയുണ്ട്. ഞാൻ പറഞ്ഞ സൂചനകളിൽ ഒന്ന് മാത്രമാണിത്. ഇത് നമ്മെ എവിടേക്കെങ്കിലും നയിക്കാതിരിക്കില്ല. പിന്നെ മണിയുടെ കാര്യം ഈ കേസിലെ മുഖ്യമായ സവിശേഷതയാണത്. എന്തിനയാൾ മണിയടിച്ചു? വെറും ശൗര്യപ്രകടനമാണോ? അതോ കള്ളനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും കുറ്റകൃത്യം തടയാൻ വേണ്ടി ചെയ്തതാണ്? അതല്ല ആകസ്മികമായി സംഭവിച്ചു പോയത്? അതുമല്ലെങ്കിൽ ഗാഠമായ ചിന്തയിൽ മുങ്ങി നിശബ്ദനായി ഹോംസ് ഇരുന്നു. അതിൽ നിന്നുണർന്നപ്പോൾ ഏതോ പുതിയ വെളിച്ചം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് ആ ചിത്തവൃത്തി അടുത്തറിയാവുന്ന എനിക്ക് തോന്നി. തീവണ്ടി ലണ്ടനിലെത്തിയപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഹോട്ടലിൽ നിന്ന് ധൃതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് പോയി. ഹോംസ് നേരത്തെ തന്നെ ഫോർബസിന് കമ്പിയടിച്ചിരുന്നു. സൂത്രശാലിയായ ആ കുറിയ മനുഷ്യൻ നിശിതവും രൂക്ഷവുമായ മുഖഭാവത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു. അയാളുടെ പെരുമാറ്റം കർക്കശമായിരുന്നു. വിശേഷിച്ചും ഞങ്ങളുടെ ദൗത്യം എന്താണെന്ന് അറിയുമ്പോൾ. മിസ്റ്റർ ഹോംസ്, ഞാൻ നിങ്ങളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ പരുക്കൻ മട്ടിൽ പറഞ്ഞു. പോലീസിൽ നിന്നും കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾ സ്വീകരിക്കും, എന്നിട്ട് സ്വന്തം നിലയിൽ കേസ് തെളിയിക്കും. പോലീസിന് അപഖ്യാതിയും ഉണ്ടാക്കും. നേരെ മറിച്ച് എൻ്റെ 53 കേസുകളിൽ കേവലം 4 എണ്ണത്തിൽ മാത്രമേ എൻ്റെ പേര് വെളിപ്പെട്ടിട്ടുള്ളൂ. 49ലും പോലീസിനാണ് ഖ്യാതി ഉണ്ടായത്. നിങ്ങൾക്ക് ഇക്കാര്യം അറിഞ്ഞുകൂടാത്തതിൽ ഞാൻ കുറ്റം പറയുകയല്ല. നിങ്ങൾ ചെറുപ്പമാണ്, അനുഭവജ്ഞാനമില്ല. നിങ്ങളുടെ ജോലിയിൽ പേരെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുക. എനിക്കെതിരായല്ല വേണ്ടത്. ചില സൂചനകൾ കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരിക്കും. ഡിറ്റക്റ്റീവിൻ്റെ സ്വരം മാറി. ഈ കേസിൽ എനിക്കിതുവരെ സൽപ്പേരൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തത്? വാച്ച്മാൻ ടാങ്കയെ പിന്തുടരാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ പട്ടാളത്തിൽ നിന്ന് നല്ല പേരോടെയാണ് പിരിഞ്ഞു പോന്നിട്ടുള്ളത്. മറ്റാരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അയാളുടെ ഭാര്യ ഒരു കൊള്ളരുതാത്തവളാണ്. അവൾക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഊഹം. അവരെ പിന്തുടരുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിസസ് ടാങ്കെ മദ്യപിക്കും. കുടിച്ചു മത്തുപിടിച്ചിരുന്നപ്പോഴും അവളിൽ നിന്ന് ഒരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് കടക്കാരുണ്ടെന്ന് കേട്ടു. കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞു. പണം എവിടുന്ന് കിട്ടി? അതിൽ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് കിട്ടാനുണ്ടായിരുന്ന പെൻഷൻ കിട്ടി. വേറെ കൂടുതൽ പണമുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. കാപ്പിക്ക് വേണ്ടി മിസ്റ്റർ ഫെൽപ്സ് മണിയടിച്ചപ്പോൾ അവൾ എന്തിനു പോയി എന്ന് ചോദിച്ചു. ഭർത്താവ് വളരെ ക്ഷീണിച്ചിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നു. അത് ശരിയായിരിക്കും. അല്പം കഴിഞ്ഞ് അയാൾ കിടന്നുറങ്ങുന്നത് കണ്ടല്ലോ. ആ സ്ത്രീയുടെ സ്വഭാവം ഒഴിച്ച് മറ്റൊന്നും പറയാനില്ല. അന്ന് രാത്രി വീട്ടിലേക്ക് ധൃതിപ്പെട്ടു പോയത് എന്തിനാണെന്ന് ചോദിച്ചോ? പോലീസ് കോൺസ്റ്റബിൾ അത് കണ്ടതാണല്ലോ. പതിവിലും താമസിച്ചതുകൊണ്ട് വീട്ടിലെത്താനുള്ള ധൃതിയായിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ മിസ്റ്റർ ഫെൽപ്സിനോടൊപ്പം പുറപ്പെട്ടിട്ടും അവളേക്കാൾ മുമ്പേ വീട്ടിലെത്തിയ കാര്യം പറഞ്ഞു.
ബസിന്റെയും കുതിരവണ്ടിയുടെയും വേഗത്തിലുള്ള വ്യത്യാസമാണെന്നാണ് അവൾ പറയുന്നത്. വീട്ടിലെത്തിയ ഉടൻ പിന്നിലെ അടുക്കളയിലേക്ക് ഓടിയതിനെന്ത് സമാധാനം പറഞ്ഞു? കടക്കാർക്ക് കൊടുക്കാനുള്ള പണം അവിടെയാണ് വെച്ചിരുന്നത് അത്രേ. എല്ലാ ചോദ്യത്തിനും അവർക്ക് ഉത്തരവുണ്ട്. ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ അവിടെ ചുറ്റിക്കറങ്ങിയിരുന്ന ആരെങ്കിലും കാണുകയുണ്ടായോ എന്ന് അന്വേഷിച്ചോ? കോൺസ്റ്റബിളിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. കൊള്ളാം, നിങ്ങൾ അവരെ ശരിക്കും ചോദ്യം ചെയ്തിരിക്കുന്നു. വേറെ എന്തല്ല? ഗോറോട്ട് എന്ന ഗുമസ്തന് ഇക്കഴിഞ്ഞ 9 ആഴ്ചയായി പിന്തുടർന്നു പോന്നിരുന്നു. അയാൾക്കെതിരെയും തെളിവുകളൊന്നുമില്ല. വേറെ എന്തെങ്കിലും? ഇല്ല, സംശയാസ്പദമായ ഒന്നുമില്ല. അന്വേഷണം ഗതിമുട്ടി നിൽക്കുകയാണ്. മണിയടിച്ചതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും സിദ്ധാന്തം രൂപീകരിച്ചിട്ടുണ്ടോ? അക്കാര്യത്തിൽ ഞാൻ പരാജയം സമ്മതിക്കുന്നു. ആരായാലും വല്ലാത്ത തന്റെ ഇടം വേണം ഇങ്ങനെയൊരു ആപൽ സൂചന നൽകാൻ. അതെ, അത് വിചിത്രമായ ഒരു പ്രവൃത്തി തന്നെ. ഇത്രയും പറഞ്ഞതിന് നന്ദി. മോഷ്ടാവിനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. വാട്സൺ, പോകാം. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു. ക്യാബിനറ്റ് മന്ത്രിയും ഭാവി പ്രധാനമന്ത്രിയുമായ ഹോൾഡേഴ്സ് പ്രഭുവുമായി ഒരു അഭിമുഖ സംഭാഷണത്തിന്. ഭാഗ്യവശാൽ പ്രഭു ഡൗണിംഗ് സ്ട്രീറ്റിലെ തന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. ഹോംസ് വിസിറ്റിംഗ് കാർഡ് കൊടുത്തയച്ചു. ഉടൻ ഞങ്ങൾ മുകളിലേക്ക് ആനയിക്കപ്പെട്ടു. ആ രാജ്യതന്ത്രജ്ഞൻ തന്റെ വിഖ്യാതമായ ഔപചാരികമായ വിനയത്തോടെ ഞങ്ങളെ സ്വീകരിച്ച് നെരിപ്പോടിന്റെ ഇരുവശങ്ങളിലായി ഇട്ടിരുന്ന വലിയ സെറ്റുകളിലിരുത്തി. മധ്യത്തിൽ പരവതാനിയിൽ നിവർന്നു നിന്ന അദ്ദേഹത്തിന്റെ മെല്ലിച്ച ഉയരമുള്ള രൂപവും തീഷ്ണമായ നോട്ടവും ചിന്തോദ്യോതകമായ മുഖവും അകാല നരയുടെ ആക്രമണത്തിന് വിധേയമായ ചുരുണ്ട മുടിയും, ഇതാ ഒരു അസാധാരണ വ്യക്തി പ്രഭുകുല ജാതൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മിസ്റ്റർ ഹോംസ്, താങ്കളുടെ പേരെനിക്ക് സുപരിചിതമാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്കളുടെ സന്ദർശനോദ്ദേശം അറിഞ്ഞുകൂടെന്ന് നടിക്കുന്നതും ശരിയല്ല. ഈ ഓഫീസിൽ താങ്കളുടെ ശ്രദ്ധ ആകർഷിക്കത്തക്ക ഒറ്റ സംഭവമേ ഉണ്ടായിട്ടുള്ളൂ. ആരുടെ താല്പര്യമനുസരിച്ചാണ് താങ്കൾ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ? മിസ്റ്റർ ഫെൽപ്സിന്റെ. ഭാഗ്യദോഷിയായ എൻ്റെ അനന്തരവൻ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇക്കാര്യത്തിൽ അയാൾക്ക് താങ്ങായിരിക്കാൻ എന്നെ അനുവദിക്കില്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. ഈ സംഭവം അയാളുടെ ഭാവിയെ വളരെ പ്രതികൂലമായി ബാധിക്കും. പക്ഷെ ആ രേഖ തിരിച്ചു കിട്ടിയാൽ എന്നാൽ കാര്യം വേറെ. ഞാൻ 1-2 ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയുന്ന ഏത് വിവരവും നൽകാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. ഈ മുറിക്കകത്ത് വെച്ചാണോ രേഖയുടെ പകർപ്പെടുക്കുന്നതിനെ പറ്റി താങ്കൾ നിർദ്ദേശം നൽകിയത്? അതെ. എന്നാൽ മറ്റാരും അത് കേട്ടിരിക്കാനിടയില്ല. ആ ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. ഉടമ്പടിയുടെ പകർപ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം അങ്ങ് മറ്റാരോടെങ്കിലും എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. തീർച്ചയാണോ? തീർച്ച. താങ്കൾ ആരോടും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ ഫെൽപ്സ് ആരോടും പറഞ്ഞിട്ടില്ല. ആരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മുറിക്കകത്ത് കള്ളൻ പ്രവേശിച്ചത് അവിചാരിതമായിട്ടാകാം. അതവിടെ കണ്ടതുകൊണ്ട് എടുത്തുകൊണ്ടുപോയി എന്ന് വിചാരിക്കാം. ആ രാജ്യതന്ത്രജ്ഞൻ ചിരിച്ചു. ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഹോംസ് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. ഞാൻ അങ്ങയോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാന വിഷയമുണ്ട്. ഈ ഉടമ്പടിയുടെ വിശദ വിവരം പുറത്തായാൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങ് ഭയപ്പെട്ടിരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. വികാരോദ്യോതകമായ ആ മുഖത്ത് ഒരു നിഴൽ വ്യാപിച്ചു. വളരെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞു? ഇതുവരെയില്ല. ആ ഉടമ്പടി ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ എംബസികളിൽ എത്തിച്ചേർന്നുവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് അറിയുമോ? ഞാൻ അറിയും. മുഖം വക്രിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. സംഭവത്തിന് ശേഷം 10 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. അതിൽ നിന്നും ഇത് അവരുടെ കയ്യിൽ എത്തിയിട്ടില്ലെന്ന് അനുമാനിക്കുന്നതിൽ തെറ്റുണ്ടോ? മിസ്റ്റർ ഹോംസ്, ഉടമ്പടി മോഷ്ടിച്ചു കൊണ്ടുപോയത് കള്ളന്മാർക്ക് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാനല്ലല്ലോ.
ഒരു പക്ഷേ അവർ തക്കതായ സന്ദർഭം കാത്തിരിക്കുകയാവാം. കുറച്ചുനാൾ കൂടി കാത്തിരുന്നാൽ ഇതിന് വിലയില്ലാതാകും. ഏതാനും മാസം കൂടി കഴിയുമ്പോൾ ഉടമ്പടിയുടെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഹോംസ് പറഞ്ഞു. ഒരു പക്ഷേ മോഷ്ടാവിന് പ്രത്യേകിച്ചെന്തെങ്കിലും രോഗബാധയോ മറ്റോ, ഉദാഹരണമായി മസ്തിഷ്ക ജ്വരം. പ്രഭു ഹോംസിന്റെ നേർക്ക് തുളച്ചു കയറുന്ന ഒരു നോട്ടമയച്ചു. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, ഹോംസ് കൂസലില്ലാതെ പറഞ്ഞു. ഓൾഡേഴ്സ് പ്രഭു, അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങൾ കുറേയധികം അപഹരിച്ചു കഴിഞ്ഞു. നീ യാത്ര പറയട്ടെ. കള്ളനാരായിരുന്നാലും താങ്കളുടെ അന്വേഷണത്തിന് വിജയം ആശംസിക്കുന്നു. അദ്ദേഹം ശിരസ് നമിച്ച് ഞങ്ങളെ യാത്രയാക്കി. വളരെ നല്ല മനുഷ്യൻ, പുറത്തിറങ്ങിയപ്പോൾ ഹോംസ് പറഞ്ഞു. പക്ഷേ അദ്ദേഹം തൻ്റെ സ്ഥാനം നിലനിർത്താൻ വളരെ പാടുപെടുന്നുണ്ട്. വലിയ ധനികനല്ല, ചെലവ് കൂടുതലാണ് താനും. അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ തേഞ്ഞുപോയ അടിവശം പുതുക്കിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ വാട്സൺ? ഇനി നിങ്ങളുടെ മുറപ്രകാരമുള്ള ജോലി നടക്കട്ടെ. എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ കൊടുത്ത പരസ്യത്തിന് മറുപടി ഉണ്ടോ എന്ന് മാത്രം അറിയണം. ഇന്നു നാം പോയ അതേ തീവണ്ടിയിൽ നാളെ വോക്കിങ്ങിലേക്ക് പോകണം. നിങ്ങൾ കൂടി വരുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതനുസരിച്ച് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ വോക്കിങ്ങിലേക്ക് യാത്ര ചെയ്തു. പരസ്യത്തിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു. കേസിന്റെ കാര്യത്തിൽ പുതിയ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. ചിലപ്പോൾ ഹോംസിന്റെ മുഖം ഒരു റെഡ് ഇന്ത്യൻ്റേതുപോലെ വികാരരഹിതമായിരിക്കും. എത്ര ശ്രമിച്ചാലും കേസിന്റെ ഗതിയിൽ താൻ സംതൃപ്തനാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും കിട്ടുക എളുപ്പമല്ല. അളവുകളിലൂടെ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന ബട്ടില്ലൻ രീതിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം അപ്പോൾ സംസാരിച്ചിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ആ വിദ്യ കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരനോട് അദ്ദേഹത്തിന് അളവറ്റ ആദരവുണ്ടായിരുന്നു. ഞങ്ങളുടെ കക്ഷി അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖിയുടെ മേൽനോട്ടത്തിലായിരുന്നുവെന്ന് ഞങ്ങൾ കണ്ടു. പക്ഷെ ഇപ്പോൾ അല്പം കൂടി മെച്ചപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ കണ്ട രോഗി പ്രയാസം കൂടാതെ എഴുന്നേറ്റ് സ്വാഗതമോദി. എന്ത് വർത്തമാനമുണ്ട്? അയാൾ ആകാംക്ഷയോടെ തിരക്കി. ഞാൻ പറഞ്ഞിരുന്നത് പോലെ എൻ്റെ റിപ്പോർട്ട് നിഷേധാർത്ഥത്തിലാണ്. ഫോബ്സിനെ കണ്ടു, നിങ്ങളുടെ അമ്മാവനെയും കണ്ടു. വേറെ ഒന്നും, രണ്ടു വഴിക്കും അന്വേഷണം തുടരുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഇപ്പോഴും പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, മിസ് ഹാരിസൺ പറഞ്ഞു. നാം ധൈര്യം വെടിയാതെ ക്ഷമയോടെ ഇരുന്നാൽ സത്യം വെളിപ്പെടുക തന്നെ ചെയ്യും. താങ്കൾക്ക് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനുണ്ട്, ഫെൽപ്സ് കട്ടിലിൽ ഇരുന്നിട്ട് പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചു. ഇന്നലെ രാത്രി ഞങ്ങളൊരു സാഹസം കാണിച്ചു. അതല്പം ഗുരുതരാവസ്ഥയിലെത്തുമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവഭാവം പൂണ്ടു. കണ്ണുകളിൽ ഭീതി നിഴലിച്ചു. ഞാനേതോ ഭയങ്കരമായ ഗൂഢാലോചനയുടെ അജ്ഞാതമായ കേന്ദ്ര ബിന്ദുവാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന വിവരം താങ്കൾക്കറിയാമോ? എൻ്റെ സൽപ്പേര് മാത്രമല്ല, ജീവൻ പോലും ലക്ഷ്യമാക്കിയാണ് ഈ ഗൂഢാലോചനയെന്നും തോന്നുന്നു. ഓഹോ, ഹോംസ് പറഞ്ഞു. അത് അവിശ്വസനീയമായി തോന്നുന്നു. കാരണം ഈ ലോകത്തിൽ ഞാനറിയ എനിക്കൊരു ശത്രുവില്ല. എങ്കിലും കഴിഞ്ഞ രാത്രിയിലെ അനുഭവത്തിൽ നിന്നും മറ്റൊരു തീരുമാനത്തിലും എത്താൻ കഴിയുന്നുമില്ല. ദയവായി ആ സംഭവത്തെക്കുറിച്ച് പറയൂ. ആദ്യമായി ഇന്നലെ രാത്രിയാണ് നേഴ്സ് മുറിയിലില്ലാതെ ഞാൻ ഉറങ്ങിയത്. എനിക്ക് നല്ല സുഖം തോന്നിയതുകൊണ്ട് ഞാൻ നേഴ്സിനെ പറഞ്ഞയച്ചു. മുറിയിലൊരു വിളക്ക് കത്തിച്ചു വച്ചിരുന്നു. വെളുപ്പിന് 2 മണിയോടടുപ്പിച്ച് ഞാനൊന്ന് മയങ്ങി. ഒരു ചെറിയ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ഒരെലി പലക കരളുന്നത് പോലെയുള്ള ശബ്ദം. അതുതന്നെ എന്ന് കരുതി ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു. അപ്പോൾ ആ ശബ്ദം ഉച്ചത്തിലായി. പെട്ടെന്ന് ജനാലയിൽ ക്ലിക്ക് എന്നൊരു ശബ്ദം കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ട് എണീറ്റിരുന്നു. ശബ്ദം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ സംശയമില്ല. ആദ്യത്തേത് പാളികൾക്കിടയിലൂടെ ഏതോ ലോഹക്കഷ്ണം കടത്താൻ ശ്രമിച്ചതും രണ്ടാമത്തേത് കൊളുത്ത് തള്ളി മാറ്റിയതുമാണ്. പിന്നെ ഒരു 10 മിനിറ്റ് നേരം നിശബ്ദമായിരുന്നു. ശബ്ദം കേട്ട് ഞാൻ ഉണർന്നോ എന്നറിയാൻ കാത്തിരുന്നതാകാം. അപ്പോൾ ജനാല മെല്ലെ തുറക്കുന്ന ശബ്ദം. എനിക്ക് പിന്നെ ക്ഷമിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല. എൻ്റെ ഞരമ്പുകൾ ദുർബലമാണ്. ഞാൻ ചാടി എഴുന്നേറ്റ് ജനാല തള്ളി തുറന്നു. അപ്പുറത്തൊരാൾ പതുങ്ങിയിരിക്കുന്നു. എനിക്ക് അയാളെ ശരിക്ക് കാണാനൊത്തില്ല. അയാൾ ഓടി മറഞ്ഞു കളഞ്ഞു. അയാളുടെ മുഖത്തിൻ്റെ കീഴ്വശം
തുണി കൊണ്ടോ മറ്റോ മറച്ചിരുന്നു. ഒരു കാര്യം തീർച്ചയാണ്, അയാളുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു. നീളമുള്ള ഒരു കത്തിയാണെന്ന് തോന്നി. തിരിഞ്ഞോടുമ്പോൾ അതിന്റെ തിളക്കം ഞാൻ കണ്ടു. വളരെ രസകരമായിരിക്കുന്നല്ലോ, ഹോംസ് പറഞ്ഞു. നിങ്ങളപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ജനാല വഴി അയാളെ പിന്തുടരുമായിരുന്നു. ഞാൻ മണിയടിച്ച് മറ്റുള്ളവരെ ഉണർത്തുവാൻ ശ്രമിച്ചു. അതിന് കുറച്ച് സമയമെടുത്തു. മണി അടുക്കളയിലാണ് അടിച്ചത്. ജോലിക്കാർ മുകളിലത്തെ നിലയിലുമായിരുന്നു. ഞാൻ ഉറക്കെ വിളിക്കുന്നത് കേട്ട് ജോസഫ് ഓടി വന്നു. അയാൾ മറ്റുള്ളവരെ വിളിച്ചുണർത്തി. അവർ ജനൽപ്പടിയിൽ കാലടയാളങ്ങൾ കണ്ടെങ്കിലും വരണ്ട കാലാവസ്ഥയിൽ പുൽത്തകിടിയിൽ അടയാളങ്ങൾ കാണാൻ പ്രയാസമായിരുന്നു. റോഡിന് സമീപം തടികൊണ്ടുള്ള വേലിയുടെ ഒരു ഭാഗം പൊട്ടിക്കിടന്നെന്നും അതിലെ ആരോ ചാടിപ്പോയ ലക്ഷണമുണ്ടെന്നും അവർ പറയുന്നു. ഞാൻ പോലീസിനെ അറിയിച്ചില്ല. അതിനു മുൻപ് താങ്കളുടെ അഭിപ്രായം അറിയാമെന്ന് കരുതി. നമ്മുടെ ഈ കക്ഷിയുടെ അനുഭവ കഥനം ഷെർലക് ഹോംസിൽ അസാധാരണമായ ഒരു പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ക്ഷോഭമടക്കാനാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ. തലേന്ന് രാത്രിയിലെ സംഭവം ഫെൽപ്സിനെ പിടിച്ചു കുലുക്കിയിരുന്നെങ്കിലും അയാൾ ചിരിച്ചു. നിങ്ങളെ നേരിട്ടിരുന്ന ആപത്തൊഴിഞ്ഞെന്ന് തോന്നുന്നു, ഹോംസ് പറഞ്ഞു. വീടിനു ചുറ്റും ഒന്ന് നടക്കാനാവുമോ? ഓഹോ, കുറച്ച് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ജോസഫ് കൂടി വരും. ഞാനും മിസ് ഹാരിസൺ എഴുന്നേറ്റു. പാടില്ല, ഹോംസ് തലയാട്ടി. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നു. യുവതി അതൃപ്തിയോടെ അവിടെ ഇരുന്നു. അവളുടെ സഹോദരൻ ഞങ്ങളോടൊപ്പം എത്തി. ഞങ്ങൾ 4 പേരും ഒന്നിച്ചു പുറത്തിറങ്ങി. പുൽത്തകിടി ചുറ്റി ഫെൽപ്സിന്റെ മുറിയുടെ ജനാലയ്ക്ക് പുറത്തെത്തി. അവിടെ ആരോ ചവിട്ടിയ അടയാളമുണ്ടായിരുന്നു. പക്ഷേ തീരെ അവ്യക്തമായിരുന്നു. കുനിഞ്ഞു നോക്കിയിട്ട് ഹോംസ് പറഞ്ഞു, ഇതിൽ നിന്നും ആർക്കും ഒന്നും മനസ്സിലാക്കാൻ ഒക്കുകയില്ല. നമുക്ക് വീടൊന്ന് ചുറ്റി നടന്ന് കാണാം. ഈ മുറി തന്നെ മോഷ്ടാവിന്റെ ലക്ഷ്യമാകാൻ കാരണം എന്താണെന്ന് നോക്കാം. സന്ദർശക മുറിയിലും ഊണുമുറിയിലുമൊക്കെ കുറെ കൂടി വലിയ ജനാലകളുണ്ടല്ലോ. അവിടം റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം, ജോസഫ് ഹാരിസൺ പറഞ്ഞു. ഓ, അത് ശരി. ഇതാ ഒരു വാതിൽ. ഇത് തുറക്കാമായിരുന്നല്ലോ. ഇതെവിടേക്കുള്ളതാണ്? കച്ചവടക്കാർക്കും മറ്റും വരാനുള്ള വഴിയാണ്. രാത്രി പൂട്ടിയിടും. ഇതിനു മുൻപ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല, ഫെൽപ്സ് പറഞ്ഞു. കള്ളന്മാരെ ആകർഷിക്കത്തക്ക വിധം വിലപിടിച്ച വസ്തുക്കളൊക്കെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ടോ? വിലയുള്ളതൊന്നുമില്ല. അലസഭാവത്തിൽ പോക്കറ്റിൽ കൈയിട്ട് ഹോംസ് അവിടെയൊക്കെ ചുറ്റി നടന്നു. എന്നിട്ട് ജോസഫിനോട് പറഞ്ഞു, അതിരിക്കട്ടെ, കള്ളൻ വേലിയിൽ ചാടിക്കയറിയ സ്ഥലം നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ആ തടിച്ച യുവാവ് വേലിയിൽ മുകളിലത്തെ മരക്കഷ്ണം ഒടിഞ്ഞുപോയിരുന്ന സ്ഥലം കാണിച്ചു തന്നു. ഒരു ചെറിയ കഷ്ണം തൂങ്ങിക്കിടന്നിരുന്നു. ഹോംസ് അതിനെ വലിച്ചെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചു. ഇത് ഇന്നലെ രാത്രി ഒടിഞ്ഞതാണെന്നാണോ പറയുന്നത്? കുറെ പഴകിയതല്ലേ? ആയിരിക്കും, ജോസഫിന്റെ മറുപടി. ഇതിലെ ആരും ചാടിപ്പോയ ലക്ഷണം കാണുന്നില്ല. ഇല്ല, ഇവിടെ നിന്ന് ഇനി ഒന്നും മനസ്സിലാക്കാനില്ല. നമുക്ക് മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. ഭാവി ഭാര്യ സഹോദരന്റെ കയ്യിൽ താങ്ങിപ്പിടിച്ച് ഫെൽപ്സ് മെല്ലെ നടന്നു. ഹോംസ് പുൽത്തകടി മുറിച്ചു കടന്ന് മുമ്പേ ചെന്നു. മറ്റുള്ളവർ നടന്നെത്തുന്നതിന് മുൻപേ ഞങ്ങൾ വേഗം ബെഡ്റൂമിന്റെ ജനാലയ്ക്കരികിലെത്തി. മിസ് ഹാരിസൺ, ഹോംസ് ഗൗരവം സ്ഫുരിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, പകൽ മുഴുവനും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഒന്നുകൊണ്ടും ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്. ഇത് വളരെ പ്രധാനമാണ്. താങ്കൾ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ മിസ്റ്റർ ഹോംസ്, ഞാൻ അനുസരിക്കാം, ആ പെൺകുട്ടി ആശ്ചര്യത്തോടെ പറഞ്ഞു. ഉറങ്ങാൻ പോകുമ്പോ മുറി അടച്ചുപൂട്ടി താക്കോൽ കയ്യിൽ വെച്ചുകൊള്ളണം. അങ്ങനെ ചെയ്യാമെന്ന് സത്യം ചെയ്യണം. പേഴ്സി, അദ്ദേഹം ഞങ്ങളോടൊപ്പം ലണ്ടനിലേക്ക് വരുന്നു. ഞാനിവിടെ കഴിയണമെന്നാണോ? ഇത് അദ്ദേഹത്തിന് വേണ്ടിയാണ്. വേഗം സമ്മതിക്കൂ. മറ്റു 2 പേരും വരുന്നത് കണ്ട് അവർ വേഗം തലകുലുക്കി സമ്മതം പ്രകടമാക്കി. ആനി, നീ ഇവിടെ വിഷണ്ണയായിരിക്കുന്നത് എന്തിന്? പുറത്തിറങ്ങി സൂര്യപ്രകാശം ഏൽക്കരുതോ? അവളുടെ സഹോദരൻ ചോദിച്ചു. വേണ്ട ജോസഫ്, ഒരു ചെറിയ തലവേദന. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നമ്മുടെ കക്ഷി ഹോംസിനോട് ചോദിച്ചു. ഈ
ചെറിയ കാര്യം അന്വേഷിക്കുന്നതിനിടയിൽ നാം നമ്മുടെ മുഖ്യമായ പ്രശ്നം മറന്നു കളയാൻ പാടില്ല. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ലണ്ടനിലേക്ക് ഒരു യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഉപകാരമായി. ഉടനെ, എത്രയും വേഗം 1 മണിക്കൂറിനുള്ളിൽ. എന്നെ കൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ വരാം. എനിക്ക് നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നു. വളരെ പ്രയോജനമുണ്ടാകും. ഇന്ന് രാത്രി അവിടെ കഴിയാനാണോ? അതെ. ഇന്നലെ രാത്രിയിലത്തെ സുഹൃത്തിന്നും വരികയാണെങ്കിൽ കിളി പറന്നു പോയെന്ന് മനസ്സിലാവും. മിസ്റ്റർ ഹോംസ്, ഞങ്ങളെല്ലാം ഇപ്പോൾ താങ്കളുടെ അധീനതയിലാണ്. എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നെ സഹായിക്കുന്നതിന് ജോസഫ് കൂടി വരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. വേണ്ട, എൻ്റെ സുഹൃത്ത് വാട്സൺ ഡോക്ടറാണെന്നറിയാലോ. അദ്ദേഹം നിങ്ങളെ നോക്കിക്കോളും. നിങ്ങൾ അനുവദിക്കുമെങ്കിൽ നമുക്കിവിടെ നിന്നും ആഹാരം കഴിഞ്ഞ് 3 പേർക്കും ഒന്നിച്ചു പുറപ്പെടാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. മിസ് ഹാരിസൺ ഏതോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഹോംസ് പറഞ്ഞിരുന്നത് പോലെ മുറിയിൽ നിന്നിറങ്ങാതെ കഴിച്ചുകൂട്ടി. എൻ്റെ സുഹൃത്തിൻ്റെ ഈ ദിശകൃത്യങ്ങളുടെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ഫെൽപ്സിൽ നിന്നും അകറ്റി നിർത്തുന്നതിനാവാം. ആരോഗ്യം വീണ്ടും കിട്ടിയതിലും പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിഞ്ഞതിലുമുള്ള ഉത്സാഹത്തോടെ ഫെൽപ്സ് ഞങ്ങളോടൊപ്പം ഭക്ഷണമുറിയിലിരുന്ന് തന്നെ ആഹാരം കഴിച്ചു. സ്റ്റേഷനിലെത്തി എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ ഹോംസ് താൻ വോക്കിങ്ങിൽ തന്നെ തങ്ങാൻ പോകുന്നുവെന്ന് ശാന്തനായി പ്രഖ്യാപിച്ചത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വരുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. മിസ്റ്റർ ഫെൽപ്സ്, നിങ്ങളുടെ അഭാവം എനിക്ക് സഹായകമായിരിക്കും. വാട്സൺ, ഒരു ഉപകാരം ചെയ്യണം. ലണ്ടനിലെത്തിയാൽ നേരെ ബേക്കർ സ്ട്രീറ്റിലേക്ക് പോകണം. ഞാൻ വരുന്നത് വരെ ഫെൽപ്സിനോടൊപ്പം ഉണ്ടായിരിക്കുകയും വേണം. നിങ്ങൾ സഹപാഠികളായത് നന്നായി. പല കാര്യങ്ങളും പറയാനുണ്ടാവുമല്ലോ. മിസ്റ്റർ ഫെൽപ്സ് ആ ഒഴിഞ്ഞ കിടപ്പുമുറി ഉപയോഗിക്കട്ടെ. രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം എത്തും. 8 മണിക്ക് വാട്ടർലൂവിലെത്തുന്ന ഒരു ട്രെയിനുണ്ട്. ലണ്ടനിലെ അന്വേഷണത്തിൻ്റെ കാര്യം? ഫെൽപ്സ് നിരാശനായതുപോലെ തോന്നി. അത് നാളെയാകാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് കൂടുതൽ പ്രയോജനകരമെന്ന് എനിക്ക് തോന്നുന്നു. നാളെ രാത്രി ഞാൻ ബ്രയാർ ബേയിലേക്ക് മടങ്ങുമെന്ന് അവിടെ പറഞ്ഞേക്കും. വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇളകി തുടങ്ങിയപ്പോൾ ഫെൽപ്സ് വിളിച്ചു പറഞ്ഞു, ഞാൻ ബ്രയാർ ബേയിലേക്ക് പോകുന്നില്ല. ഹോംസ് സന്തോഷത്തോടെ കൈവീശി യാത്ര പറഞ്ഞു. ഞങ്ങൾ വണ്ടിയിൽ വെച്ച് ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് തൃപ്തികരമായ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി നടന്ന മോഷണ ശ്രമത്തെക്കുറിച്ച് കൂടുതൽ തെളിവ് കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു മോഷണ ശ്രമം മാത്രമാണോ എന്ന കാര്യം സംശയമാണ്. വെറുമൊരു കള്ളനാണെന്ന് തോന്നുന്നു. പിന്നെ എന്താണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ക്ഷീണിച്ച ഞരമ്പുകളുടെ തോന്നലാണെന്നാണോ? ഏതോ ആഴത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ചില കാരണങ്ങൾ കൊണ്ട് എൻ്റെ ജീവനിൽ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നതായി ഞാൻ കരുതുന്നു. വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ. പക്ഷെ വസ്തുതകൾ പരിശോധിച്ചു നോക്കൂ. ഇലപിടിച്ചതൊന്നുമില്ലാത്ത ഒരു ഉറക്കറയിൽ ജനാല പൊളിച്ച് ഒരുത്തൻ കയറുന്നു, കയ്യിലൊരു നീണ്ട കത്തിയുമായി. അത് കത്തി തന്നെയായിരുന്നോ അതോ ജനാല തുറക്കാനുള്ള കമ്പി മാത്രമോ? അല്ലല്ല, കത്തി തന്നെ. അതിൻ്റെ തിളക്കം ഞാൻ വ്യക്തമായി കണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ പേരിൽ ഇത്രയും വിരോധം തോന്നാൻ കാരണം? അതാണ് ഞാനും ചോദിക്കുന്നത്. ഹോംസിനും ഇതേ അഭിപ്രായമാണുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തി ന്യായീകരിക്കത്തക്കതാണ്, അല്ലേ? നിങ്ങളുടെ സിദ്ധാന്തം ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളെ ഭയപ്പെടുത്തിയവനെ പിടികൂടിയാൽ നാവിക ഉടമ്പടിയെ പറ്റിയും അറിയാൻ കഴിയും. ഉടമ്പടി മോഷ്ടിച്ചതും നിങ്ങളുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്നതും പരസ്പര ബന്ധമില്ലാത്ത 2 പേരാണെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. എന്നാൽ ഹോംസ് ബ്രയാർ ബ്രേയിലേക്ക് പോകുന്നെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഹോംസിനെ ദീർഘകാലത്തെ പരിചയമുണ്ട്. ശരിയായ കാരണമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന കൂട്ടത്തിലല്ല അദ്ദേഹം. ഞങ്ങളുടെ സംഭാഷണം മറ്റു വിഷയങ്ങളിലേക്ക് വഴുതി വീണു. ഞാൻ വളരെ ക്ഷീണിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു അത്. ഫെൽപ്സ് അപ്പോഴും ദുർബലനായിരുന്നു. നിർഭാഗ്യകരമായ സംഭവങ്ങൾ അയാളെ ദുഃഖിതനും അധീരനുമാക്കി. അയാളുടെ മനസ്സിനെ ആ ദൂഷിത വലയത്തിൽ നിന്നും പുറത്താക്കാൻ ഞാൻ കഠിന പ്രയത്നം നടത്തി. സാമൂഹിക പ്രശ്നങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കുമൊക്കെ അയാളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ
ഞാൻ വിഫല ശ്രമം നടത്തി. എന്തു പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് തൻ്റെ നഷ്ടപ്പെട്ട ഉടമ്പടിയിലേക്ക് അയാൾ മടങ്ങി വരും. ഹോംസ് എന്തു ചെയ്യുകയാണെന്നും ഹോൾഡേഴ്സ് പ്രഭു എന്തു ചെയ്യുമെന്നും രാവിലെ എന്ത് വാർത്തയാണ് ലഭിക്കുക എന്നും ഒക്കെ ആലോചിച്ച് ഉത്കണ്ഠയോടെ നിമിഷങ്ങൾ തള്ളി നീക്കി. സമയം ചെല്ലുന്തോറും ഈ ഉത്കണ്ഠ കൂടുതൽ വേദനാജനകമായി തീർന്നു. നിങ്ങൾക്ക് ഹോംസിൽ പൂർണ്ണ വിശ്വാസമുണ്ടോ? അയാൾ ചോദിച്ചു. അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ യാതൊരു തെളിവുമില്ലാത്ത കേസുകൾക്ക് അദ്ദേഹം തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്, ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും അപകട സാധ്യതയുള്ളവ അതെനിക്കറിഞ്ഞുകൂടാ. യൂറോപ്പിലെ 3 രാജകുടുംബങ്ങളെ ബാധിച്ചിരുന്ന പ്രധാന പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നതായി അറിയാം. വാട്സൺ, നിങ്ങൾക്ക് അദ്ദേഹത്തെ അടുത്തറിയാം. എനിക്ക് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളെയൊന്നും വ്യാഖ്യാനിക്കാനും കഴിയുന്നില്ല. അദ്ദേഹത്തിന് പ്രതീക്ഷയുള്ളതായി തോന്നുന്നുണ്ടോ? ഇതിൽ വിജയിക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാവുമോ? അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അത് നല്ല ലക്ഷണമല്ലല്ലോ. നേരെ മറിച്ചാണ്. തെറ്റുപറ്റിയാൽ അദ്ദേഹം ഉടനെ തുറന്നു പറയുമെന്നതാണ് എൻ്റെ അനുഭവം. തെളിവ് കിട്ടിത്തുടങ്ങുകയും അത് ശരിയായ തെളിവുകൾ തന്നെയാണോ എന്നുറപ്പു വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അദ്ദേഹം മിതഭാഷിയാകുന്നത്. എന്തായാലും ഇനി കൂടുതൽ ചിന്തിച്ച് തലപുണ്ണാക്കിയിട്ട് കാര്യമില്ല. സുഹൃത്തെ, ദയവായി കിടന്നുറങ്ങൂ. ക്ഷീണമകറ്റി രാവിലെ വരാനുള്ളതിനെ പ്രതീക്ഷിച്ചിരിക്കും. വളരെ പ്രയാസപ്പെട്ട് ഞാൻ എൻ്റെ ചങ്ങാതിയെ ഉറക്കറയിലേക്ക് അയച്ചു. എങ്കിലും ആ പ്രക്ഷുബ്ധാവസ്ഥയിൽ അയാൾക്കുറക്കം വരികയില്ലെന്ന് എനിക്കറിയാം. ഈ മാനസിക നില പകരുന്നതാണെന്ന് തോന്നുന്നു. രാത്രി മുഴുവനും ഞാനും ഉറങ്ങാതെ കിടന്നു, ഈ വിചിത്രമായ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. അതിന് ഒരു 100 ഉത്തരങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടുണർന്നു കിടന്നു. ഹോംസ് വോക്കിങ്ങിൽ തങ്ങിയതെന്താണ്? മിസ് ഹാരിസൺ പകൽ മുഴുവനും മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞതെന്തേ? താനവിടെ കഴിയാൻ ഉദ്ദേശിക്കുന്ന വിവരം ബ്രയാർ ബ്രയിലുള്ളവരെ അറിയിക്കാത്തതെന്ത്? ഈ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തല പുകഞ്ഞ് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. 7 മണിക്ക് ഞാൻ ഉണർന്നു. നേരെ ഫെൽപ്സിന്റെ മുറിയിലേക്ക് ചെന്നു. ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം ക്ഷീണിച്ചു തളർന്ന ഫെൽപ്സ് ഹോംസ് എത്തിയോ എന്നാണ് ആദ്യം ചോദിച്ചത്. പറഞ്ഞ സമയത്ത് അദ്ദേഹം ഇവിടെ കാണും. 1 മിനിറ്റ് നേരത്തെയോ 1 മിനിറ്റ് വൈകിയോ വരികയുമില്ല, ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ സത്യമായിരുന്നു. 8 മണി കഴിഞ്ഞയുടൻ ഒരു കുതിരവണ്ടി വാതിൽക്കൽ വന്നു നിന്നു. എൻ്റെ സ്നേഹിതൻ അതിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാൻഡേജ് ഇട്ടിരുന്നതായും മുഖം വിളറി വളരെ ഗൗരവഭാവത്തിലിരുന്നതായും ഞാൻ ജനലിലൂടെ കണ്ടു. അദ്ദേഹം വീട്ടിനുള്ളിൽ കടന്ന് കുറേ കഴിഞ്ഞാണ് കോണി കയറി മുകളിലേക്ക് വന്നത്. പരാജയപ്പെട്ടതുപോലെ തോന്നുന്നു, ഫെൽപ്സ് വിലപിച്ചു. എനിക്കും ആ അഭിപ്രായത്തോട് യോജിക്കേണ്ടി വന്നു. പക്ഷേ പ്രശ്നത്തിന്റെ താക്കോൽ ഇവിടെ പട്ടണത്തിലായിരിക്കും. ഞാൻ അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ കയ്യിൽ ഇന്നലെ ബാൻഡേജ് ഇല്ലായിരുന്നല്ലോ, എന്തു പറ്റിയതായിരിക്കും? ഫെൽപ്സ് കേട്ടു. ഹോംസ്, നിങ്ങൾക്ക് മുറിവ് പറ്റിയോ? അദ്ദേഹം മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു. സാരമില്ല, ചെറിയൊരു പോറൽ, എൻ്റെ സൂക്ഷ്മക്കുറവ് കൊണ്ട് പറ്റിയതാണ്. ഞങ്ങളെ ശിരസ് കുനിച്ച് അഭിവാദനം ചെയ്ത് ഹോംസ് പറഞ്ഞു. നിങ്ങളുടെ കേസ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുരൂഹമാണ്. താങ്കളുടെ കഴിവിനപ്പുറമായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അതൊരപൂർവമായ അനുഭവമായിരുന്നു. സാഹസകൃത്യം നടന്നതായി ആ ബാൻഡേജ് പറയുന്നു. ഞാൻ പറഞ്ഞു. എന്ത് സംഭവിച്ചുവെന്ന് പറയൂ. പ്രാതലിന് ശേഷമാകട്ടെ വാട്സൺ. ഇന്ന് രാവിലെ 30 മൈൽ തീവണ്ടി യാത്ര ചെയ്തതല്ലേ? വണ്ടിക്കാരനെ കുറിച്ചുള്ള പരസ്യത്തിന് മറുപടിയൊന്നും കിട്ടിയില്ലല്ലോ. എപ്പോഴും വിജയം നമ്മളെ അനുഗ്രഹിക്കണമെന്നില്ല. പ്രാതലിനുള്ള സമയമായിരുന്നു. മിസസ് ഹഡ്സൺ ചായയും കാപ്പിയും കൊണ്ടുവന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞവർ പൊതിഞ്ഞു മൂടിയ 3 പ്ലേറ്റ് ഹാജരാക്കി. ഹോംസ് വിശന്ന് അവശനായും ഞാൻ ഉത്കണ്ഠയോടെയും ഫെൽപ്സ് നിരാശനായും ഇരുന്നിരുന്നു. തൻ്റെ പ്ലേറ്റിൽ കോഴിയിറച്ചിക്കറി കണ്ട് ഹോംസ് പറഞ്ഞു. മിസസ് ഹഡ്സൺ സന്ദർഭത്തിനൊത്തുയരുന്നുണ്ട്. വിഭവങ്ങൾ കുറച്ചേ ഉള്ളുവെങ്കിലും ഉത്തമമായിരിക്കുന്നു. വാട്സന്റെ പ്ലേറ്റിൽ എന്താണ്? മുട്ടയും ഇറച്ചിയും, ഞാൻ പറഞ്ഞു. കൊള്ളാം കൊള്ളാം. മിസ്റ്റർ ഫെൽപ്സിന് എന്താണ് വേണ്ടത്? കോഴിയിറച്ചിക്കറി, മുട്ട, അതോ ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുന്നു?
എനിക്ക് വിശപ്പില്ല. സാരമില്ല, ഈ പ്ലേറ്റിലുള്ളത് കഴിക്കൂ. നന്ദി, എനിക്കൊന്നും വേണ്ട. ശരി, എന്നാൽ അതിൽ കുറച്ച് ഇങ്ങോട്ട് തരൂ, ഹോംസ് ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. ഫെൽപ്സ് പാത്രത്തിന്റെ മൂടി തുറന്നു. ഉറക്ക നിലവിളിച്ചുകൊണ്ട് ആ പ്ലേറ്റിനെ പോലെ വിളറി വെളുത്ത മുഖവുമായി തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു പോയി. ആ പാത്രത്തിൽ ചാരനിറത്തിലുള്ള ഒരു കടലാസു ചുരുളാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്ത് ആർത്തിയോടെ നോക്കി. പെട്ടെന്ന് ഭ്രാന്തനെ പോലെ അതിനെ മാറോടടക്കിപ്പിടിച്ച് മുറിയിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. അല്പം കഴിഞ്ഞ് വാടി തളർന്ന് ചാരുകസേരയിൽ വീണു. ബോധക്കേടുണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബ്രാൻഡി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുതുകിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, ശാന്തനാകൂ, ഇങ്ങനെ അങ്ങ് തുള്ളിച്ചാടിയാലോ? അല്പം നാടകീയതയ്ക്ക് അവസരം കിട്ടിയാൽ ഞാൻ വെറുതെ കളയാറില്ലെന്ന് വാട്സൺ അറിയാം. ഫെൽപ്സ് ഹോംസിന്റെ കൈ കടന്നു പിടിച്ച് ചുംബിച്ചു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. താങ്കൾ എൻ്റെ മാനം രക്ഷിച്ചു. എൻ്റെ മാനവും എനിക്ക് രക്ഷിക്കണ്ടേ? നിങ്ങളെ ഏൽപ്പിച്ച ജോലിയിൽ വീഴ്ച വരുത്തുന്നത് പോലെ മാനക്കേടാണ് എനിക്ക് എൻ്റെ തൊഴിലിൽ പരാജയം വരിക്കുന്നതും. തൻ്റെ കോട്ടിൻ്റെ ഉള്ളിലെ കീശയിലേക്ക് ഫെൽപ്സ് ആ ഉടമ്പടി തള്ളിവെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാതലിന് തടസ്സമുണ്ടാക്കാൻ ആഗ്രഹമില്ല, എങ്കിലും ഇതെവിടെയായിരുന്നെന്നും എങ്ങനെയാണ് കിട്ടിയതെന്നും അറിയാൻ എന്തെന്നില്ലാത്ത ആകാംക്ഷയുണ്ട്. ഷെർലക് ഹോംസ് ഒരു കപ്പ് കാപ്പി ഒടിച്ചു. മുട്ടയും ഇറച്ചി കഷ്ണങ്ങളും അകത്താക്കി. എഴുന്നേറ്റ് പൈപ്പ് കത്തിച്ചിട്ട് കസേരയിലിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ എന്തു ചെയ്തു എന്ന് പറയാം, എങ്ങനെയാണ് ചെയ്തതെന്ന് പിന്നീടും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിപ്ലൈ പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഞാൻ നടന്നു. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം. അവിടെ ഒരു ഹോട്ടലിൽ നിന്നും ചായ കുടിച്ചു. എൻ്റെ ഫ്ലാസ്കിൽ കുറെ കരുതാനും മറന്നില്ല. കുറച്ച് റൊട്ടി പൊതിഞ്ഞ് പോക്കറ്റിൽ നിക്ഷേപിച്ചിരുന്നു. പകൽ മുഴുവനും ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. പിന്നീട് വീണ്ടും വാക്കിങ്ങിലേക്ക് പുറപ്പെട്ടു. സൂര്യാസ്തമയത്തോടെ ബ്രയാർബ്രയുടെ മുമ്പിലുള്ള റോഡിലെത്തി. റോഡിൽ ആൾത്തിരക്കൊഴിയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. വലിയ തിരക്കുള്ള റോഡായിരുന്നില്ല അത്. എന്നിട്ട് വേലി ചാടി ഞാൻ പുരയിടത്തിൽ പ്രവേശിച്ചു. ഗേറ്റ് തുറന്നിരുന്നില്ലേ? ഫെൽപ്സ് അത്ഭുതപ്പെട്ടു. തുറന്നിരുന്നു. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ എനിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. 3 ദേവദാരു വൃക്ഷങ്ങൾ നിൽക്കുന്നില്ലേ? അതിൻ്റെ മറവിൽ വീട്ടിലെ ആരും കാണാത്ത ഒരിടത്ത് ഞാൻ പതുങ്ങിയിരുന്നു. ചെടികളുടെ മറവിൽ കൂടി ഇഴഞ്ഞിഴഞ്ഞ് നിങ്ങളുടെ കിടക്കമുറിയുടെ ജനാലയ്ക്ക് പുറത്തെത്തി അവിടെ പതുങ്ങിയിരുന്നു. എൻ്റെ കാലുറയുടെ മുട്ടിൻ്റെ ശോച്യാവസ്ഥ നോക്കൂ. ജനാല അടച്ചിരുന്നില്ല. മിസ് ഹാരിസൺ മേശയ്ക്കരികിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. 10:15 അവർ പുസ്തകം അടച്ചു. ജനാലകൾ പൂട്ടിയ ശേഷം അവർ പോയി. വാതിൽ അടയ്ക്കുന്നതും പൂട്ടിൽ താക്കോൽ കറങ്ങുന്നതും ഞാൻ കേട്ടു. താക്കോൽ? ഫെൽപ്സിന് ആശ്ചര്യമായി. അതെ, ഉറങ്ങാൻ പോകുമ്പോൾ വാതിൽ പൂട്ടി താക്കോൽ കൂടി കൊണ്ടുപോകണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. എന്റെ നിർദ്ദേശം അവർ അക്ഷരം പ്രതി അനുസരിച്ചു. അവരുടെ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ ഈ പേപ്പർ ഇപ്പോൾ നിങ്ങളുടെ കോട്ടിന്റെ പോക്കറ്റിൽ കാണുകയില്ലായിരുന്നു. വീടിലെ വിളക്കുകൾ അണഞ്ഞു. ഞാൻ പുറത്ത് ചെടിപ്പടർപ്പിനിടയിൽ പതുങ്ങിയിരുന്നു. അതൊരു നല്ല രാത്രിയായിരുന്നു. എങ്കിലും മടുപ്പിക്കുന്ന കാത്തിരിപ്പ്. വേട്ടക്കാരൻ ജലാശയത്തിനരികെ കാട്ടാനയെ കാത്തിരിക്കുമ്പോഴുള്ള ആ ഉത്കണ്ഠയുണ്ടല്ലോ, അതാണതിൻ്റെ രസം. അതെന്ത് കാത്തിരിപ്പായിരുന്നു! വാട്സൺ, പണ്ട് നമ്മൾ രണ്ടുപേരും പുള്ളിത്തലക്കെട്ടെന്ന ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഭയാനകമായ ആ മുറിക്കകത്ത് കാത്തിരുന്നില്ലേ? ഏതാണ്ട് അതുപോലെ 15 മിനിറ്റിനൊരിക്കൽ വാക്കിങ്ങിലെ പള്ളിയിൽ നിന്നും മണി മുഴങ്ങിയിരുന്നു. ചിലപ്പോൾ അത് ശബ്ദിക്കാൻ മറന്നുപോയോ എന്ന് ഞാൻ സംശയിച്ചു. അങ്ങനെയിരിക്കെ ഒടുവിൽ വെളുപ്പിന് 2 മണിയോടടുത്ത് കൊളുത്ത് തള്ളി മാറ്റുന്നതിൻ്റെയും താക്കോൽ തിരിയുന്നതിൻ്റെയും ശബ്ദം ഞാൻ കേട്ടു. അടുത്ത നിമിഷം ഭൃത്യന്മാരുടെ മുറി തുറന്ന് മിസ്റ്റർ ജോസഫ് ഹാരിസൺ മുറ്റത്തെ നിലാവിൽ ഇറങ്ങി വന്നു. ജോസഫ്? ഫെൽപ്സ് അത്ഭുതപ്പെട്ടു. അയാളുടെ തലയിൽ തൊപ്പിയുണ്ടായിരുന്നില്ല. ഒരു കറുത്ത കോട്ട് പുതച്ചിരുന്നു. എന്തെങ്കിലും ബഹളം കേട്ടാലുടനെ അതുകൊണ്ട് മുഖം മറയ്ക്കാൻ കഴിയുന്ന വിധമായിരുന്നു അത് ധരിച്ചിരുന്നത്. ചുമരിനോട് ചേർന്ന് നിന്ന് നിഴൽ പറ്റി പതുങ്ങി അയാൾ നടന്നു. ജനലിനടുത്തെത്തിയപ്പോൾ നീണ്ട കത്തി കൊണ്ട് ജനാലയുടെ കൊളുത്തകറ്റി പാളികൾ തുറന്നു. ഞാൻ ഒളിച്ചിരുന്നിടത്തു നിന്നും മുറിക്കകവും
അയാളുടെ ഓരോ ചലനങ്ങളും വ്യക്തമായി കാണാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 2 മെഴുകുതിരികളും അയാൾ കത്തിച്ചു. വാതിലിനടുത്ത് നിലത്ത് വിരിച്ചിരുന്ന പരവതാനിയുടെ ഒരറ്റം പൊക്കി അവിടെ ഉറപ്പിച്ചിരുന്ന ഒരു പലക ഇളക്കിയെടുത്തു. ഗ്യാസ് പൈപ്പുകളുടെ ജോയിന്റിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന പലകയായിരുന്നു അത്. അവിടെ ഒളിച്ചു വെച്ചിരുന്ന കടലാസു ചുരുൾ അയാൾ പുറത്തെടുത്തു. പലക യഥാസ്ഥാനത്ത് വെച്ച് പരവതാനി നേരെയാക്കി മെഴുകുതിരി അണച്ചിട്ട് ജനാലയ്ക്ക് പുറത്ത് നേരെ എൻ്റെ മുമ്പിൽ വന്നു ചാടി. ഞാൻ അയാളെ കാത്തു നിൽക്കുകയായിരുന്നു. ജോസഫ് ഞാൻ കരുതിയതിനേക്കാൾ ക്രൂരനാണ്. എൻ്റെ നേരെ കത്തിയുമായി അയാൾ ചാടി വീണു. എൻ്റെ പിടിയിൽ ഒതുങ്ങുന്നതിന് മുൻപ് കത്തി തട്ടി എൻ്റെ വിരൽ അല്പം മുറിഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോൾ കാഴ്ചശക്തി അവശേഷിച്ചിരുന്ന അയാളുടെ ഒറ്റ കണ്ണിൽ സംഹാരദാഹം മുറ്റി നിന്നിരുന്നു. എങ്കിലും ഞാൻ ആവശ്യപ്പെട്ടതു പ്രകാരം കടലാസ് എൻ്റെ കയ്യിൽ തരേണ്ടി വന്നു. ഞാൻ അയാളെ പോകാൻ അനുവദിച്ചു. ഇന്ന് രാവിലെ തന്നെ ഫോർബസിന് കമ്പി അടിച്ചിട്ടുണ്ട്. പുള്ളിയെ അയാൾക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ നല്ലത്. പക്ഷേ അയാൾ അവിടെ എത്തുമ്പോഴേക്കും കൂട്ടിൽ നിന്നും കിളി പറന്നു പോയിരിക്കുമെന്നാണ് എൻ്റെ ബലമായ സംശയം. ഒന്നോർത്താൽ അത് നല്ലത് തന്നെയാണ്. ഹോൾഡേഴ്സ് പ്രഭുവിനോ പേഴ്സി ഫെൽപ്സിനോ ഇക്കാര്യം കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കണമെന്ന ആഗ്രഹം കാണുമെന്ന് തോന്നുന്നില്ല. ദൈവമേ, കഴിഞ്ഞ 10 ആഴ്ചക്കാലം ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ പേപ്പർ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ കക്ഷി അത്ഭുതപ്പെട്ട് വാപിളർന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജോസഫ് കള്ളൻ, ദുഷ്ടൻ. അയാള് പുറമേ കാണുന്നത് പോലെയല്ല, വലിയ അപകടകാരിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്ന് രാവിലെ അയാൾ പറഞ്ഞത് കേട്ടതിൽ നിന്നും പുള്ളി കടത്തിൽ മുങ്ങിയിരിക്കുകയാണെന്നാണ് മനസ്സിലായത്. ധനസമ്പാദനത്തിനായി ഏത് കുമാർഗവും സ്വീകരിക്കാൻ അയാൾക്ക് മടിയില്ല. തികഞ്ഞ സ്വാർത്ഥനാണ്. ഒരു സന്ദർഭം കിട്ടിയപ്പോൾ സഹോദരിയുടെ സന്തോഷമോ നിങ്ങളുടെ സൽപ്പേരോ അയാൾ പ്രശ്നമാക്കിയില്ല. പേഴ്സി ഫെൽപ്സ് കസേരയിൽ മലർന്നു കിടന്നു. എന്റെ തല ചുറ്റുന്നു. താങ്കൾ പറഞ്ഞത് കേട്ട് എൻ്റെ തല കറങ്ങുന്നു. ഒരധ്യാപകനെ പോലെ ഹോംസ് പ്രഭാഷണം തുടർന്നു. നിങ്ങളുടെ കേസിലെ പ്രധാന പ്രതിബന്ധം തെളിവുകൾ വളരെ കൂടുതലുണ്ടായിരുന്നു എന്നതാണ്. പ്രധാനപ്പെട്ട തെളിവുകൾ അപ്രധാനമായവയ്ക്കടിയിലായിപ്പോയി. നമുക്ക് ലഭിച്ച വസ്തുതകളിൽ നിന്ന് ആവശ്യമുള്ളവ മാത്രം തിരഞ്ഞെടുത്ത് ക്രമപ്പെടുത്തി സംഭവ പരമ്പരകളുടെ പുനഃസൃഷ്ടി നടത്തേണ്ടി വന്നു. അന്ന് രാത്രി നിങ്ങൾ ജോസഫിനോടൊപ്പം യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ജോസഫിനെ സംശയിച്ചു. അയാൾക്ക് ഓഫീസ് പരിചയമുള്ളതുകൊണ്ട് നിങ്ങളെ വന്ന് കാണാനിടയുണ്ട്. രോഗിയായി ഡോക്ടറോടൊപ്പം നിങ്ങൾ വീട്ടിലെത്തിയ ഉടൻ ജോസഫിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയെന്നും പറഞ്ഞിരുന്നത്. ഈ മുറിയിൽ ജോസഫിനല്ലാതെ മറ്റാർക്കും എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനും സാധ്യമല്ല. മുറിക്കകത്താരോ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായി. പ്രത്യേകിച്ചും നേഴ്സില്ലാത്ത ആദ്യത്തെ രാത്രി തന്നെ ആ ശ്രമം നടന്നത് കള്ളൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണെന്ന് ചൂണ്ടിക്കാണിച്ചു. ഞാനൊരു പൊട്ടൻ തന്നെ, ഫെൽപ്സ് പറഞ്ഞു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കേസിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഇവയാണ്. ജോസഫ് ഹാരിസൺ ചാൾസ് സ്ട്രീറ്റിലെ വാതിൽ വഴി നിങ്ങളുടെ ഓഫീസിൽ പ്രവേശിച്ചു. വഴിയറിയാമായിരുന്നത് കൊണ്ട് നേരെ നിങ്ങളുടെ മുറിയിലേക്ക് വന്നു. നിങ്ങൾ താഴെ വാച്ച്മാൻ്റെ മുറിയിലായിരുന്നു. ആരെയും കാണാത്തതുകൊണ്ട് അയാൾ മണിയടിച്ചു. അപ്പോഴാണ് മേശപ്പുറത്ത് കിടന്ന പേപ്പർ കാണുന്നത്. ഒറ്റനോട്ടത്തിൽ അതൊരു വിലപ്പെട്ട സുപ്രധാനമായ രേഖയാണെന്ന് മനസ്സിലായി. അതെടുത്ത് പോക്കറ്റിൽ തിരികെ സ്ഥലം വിട്ടു. ഉറങ്ങിക്കിടന്ന വാച്ച്മാൻ മണിയടിച്ചതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞിരിക്കും. കള്ളന് രക്ഷപ്പെടാൻ അത്രയും സമയം മതിയായിരുന്നു. ആദ്യത്തെ തീവണ്ടിക്ക് അയാൾ ലണ്ടനിലേക്ക് പോയി. കൊള്ള മുതൽ വിലപിടിച്ചതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് സുരക്ഷിതമെന്ന് തോന്നിയ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചു. 1-2 ദിവസം കഴിഞ്ഞ് ഫ്രഞ്ച് എംബസിയിലേക്കോ അതുപോലെ വലിയ വില കിട്ടാവുന്ന മറ്റിടങ്ങളിലേക്കോ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോഴാണ് നിങ്ങളുടെ ആഗമനം ഉണ്ടാവുന്നത്. മുന്നറിയിപ്പ് കൂടാതെ അയാളെ മുറിക്ക് പുറത്താക്കി. ആ നിമിഷം മുതൽ കുറഞ്ഞപക്ഷം നിങ്ങൾ 2 പേരെങ്കിലും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ നിധി വീണ്ടെടുക്കാൻ അയാൾക്ക് അവസരം ലഭിച്ചിരുന്നില്ല. ഈ കാത്തിരിപ്പ് അയാളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കും. അവസാനം ഒരവസരം കിട്ടിയപ്പോൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഉണർന്നത് കൊണ്ട് പണി പറ്റിയില്ല. അന്ന് രാത്രി നിങ്ങൾ പതിവില്ല മരുന്ന് കുടിച്ചില്ലെന്ന കാര്യം ഓർക്കുന്നില്ലേ?
ഓർക്കുന്നുണ്ട്. ഉറങ്ങാനുള്ള എന്തോ കൂടി അതിൽ ചേർത്തിരിക്കും. നിങ്ങൾ ബോധം കെട്ടുറങ്ങുമെന്ന് അയാൾ വിചാരിച്ചു. അടുത്ത അവസരത്തിൽ തന്നെ അയാൾ തൻ്റെ ശ്രമം ആവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങിയത് അത്തരമൊരു അവസരം സൃഷ്ടിച്ചു. അതാണ് പകൽ മുഴുവനും മിസ് ഹാരിസണോട് മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് രംഗം വിജനമാണെന്ന് അയാളെ ധരിപ്പിച്ചിട്ട് ഞാൻ മറഞ്ഞു കാവലിരിക്കുകയാണ് ചെയ്തത്. ശേഷം ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ പലകകളെല്ലാം വലിച്ചിളക്കി ഒക്കെ താറുമാറാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അയാളുടെ കൈകൊണ്ട് തന്നെ അത് പുറത്തെടുക്കട്ടെ, അങ്ങനെ എൻ്റെ ജോലി ലാഭിക്കാമെന്ന് ഞാൻ കരുതി. ഇനി വല്ല സംശയമുണ്ടോ? ആദ്യത്തെ പ്രാവശ്യം വാതിലിൽ കൂടി വരാതെ എന്തിനാണ് അയാൾ ജനാല തുറക്കാൻ ശ്രമിച്ചത്? ഞാൻ ചോദിച്ചു. വാതിൽക്കലെത്തണമെങ്കിൽ 7 മുറികൾ കടന്നു വേണം വരാൻ. പുൽത്തകടി വഴി എളുപ്പം പ്രവേശിക്കാം. വേറെ എന്തെങ്കിലും? കത്തി ജനാല തുറക്കാൻ മാത്രം കൊണ്ടുവന്നതായിരിക്കും. അയാൾ കൊലപാതകം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയില്ല അല്ലേ? ഫെൽപ്സ് ചോദിച്ചു. അതെന്തോ, ഹോംസ് തലകുലുക്കി. എന്തായാലും ജോസഫ് ഹാരിസൺ എന്ന മാന്യന്റെ കാരുണ്യത്തിൽ വിശ്വാസം അർപ്പിക്കാൻ എനിക്ക് ധൈര്യം കുറച്ച് പോരാ.